ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻട്രീസ, എൻ്റെ ഹസ്ബൻഡ് ലെവിസ്, ഞങ്ങളുടെ കൊച്ചേറിക്ക്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ടുണ്ടായി. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ ഡോക്ടർമാരൊക്കെ പോയി കണ്ടു. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ പേരുണ്ട് ഇങ്ങനെ കുട്ടികളില്ലാത്തവർ. അപ്പോൾ അതങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ ആയിക്കോളും, നിങ്ങൾ ഓവർലി സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക, വീട്ടിലും നമ്മുടെ സൊസൈറ്റിയിലും ഫാമിലിയിലൊക്കെ അതനുസരിച്ച് പ്രഷറായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കും ടെൻഷനായി. ഞങ്ങൾ വേറെ ഡോക്ടർമാരെയൊക്കെ കാണാൻ തുടങ്ങി. ഓരോരോ ഡോക്ടർമാർ മാറി മാറി കാണും. അപ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും പറയും നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളെല്ലാം ഫിറ്റാണ്, അങ്ങനെ കാണാൻ മാത്രം പറയാൻ മാത്രം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറേ ഇതുപോലെ വേറെ ഓരോ ഡോക്ടർമാരെ മാറി കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നമുക്കിങ്ങനെ പറയാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല, പക്ഷേ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു 1% ചാൻസൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട്. പക്ഷേ എന്താ പറയുക, പിന്നെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെയും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അത്രയേ ഉള്ളൂ. ചാൻസ് വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വളരെ വിഷമാവസ്ഥയിലായിരുന്നു, വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേജൊക്കെ ആയി. പക്ഷേ ഞങ്ങളിങ്ങനെ വീട്ടിലൊന്നും ആരോടും അങ്ങനെ പറയില്ല, ഇങ്ങനെ ഞങ്ങൾക്കുള്ളിൽ വിഷമമുണ്ടെന്നൊക്കെ. ഞങ്ങളിങ്ങനെ വളരെ എന്താ പറയുക ചിൽ മോഡാണ്, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ നോക്കാം. ആരുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിഷമം പറഞ്ഞറിയിക്കാറൊന്നുമില്ല. എല്ലാവരും വീട്ടിലെല്ലാവരും ചോദിച്ചു തുടങ്ങും എന്താണ് നിങ്ങളിങ്ങനെ കുട്ടികളുടെ കാര്യം എന്താ നോക്കാത്ത, എന്ത് ചിന്തിക്കാത്ത. വളരെയധികം എന്താ പറയുക, വളരെ ചില ദിവസമൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരൊക്കെ ഇരുന്ന് കരഞ്ഞുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് അത്രയും വിഷമമായിട്ടാണ് ഞങ്ങൾ കൃപാസനത്തേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ജാനുവരി 23-ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട്. ഞങ്ങളിങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടീനെ വേണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ അനുഗ്രഹിക്കണം, അങ്ങനെ ഒന്നും ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ നല്ലതിനാണെങ്കിൽ മാത്രം ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണം, അത്രേ ഞങ്ങൾ പറയാറുള്ളൂ. കാരണം അത്രയും മോശാവസ്ഥയിലായി ഞങ്ങൾ രണ്ടുപേരും. ഇനി ഒന്നും ഒരു വഴിയില്ലാത്ത പോലെ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 മാസം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പറ്റണ പോലെയൊക്കെ ഞങ്ങൾ എനിക്കും കേട്ടോ. കാലത്ത് ജോലിക്ക് പോകണതുകൊണ്ട് പറ്റണ ദിവസം കാലത്ത് 5 മണിക്ക് എനിക്കും പ്രാർത്ഥന എത്തിക്കും. ഞങ്ങൾ അച്ഛൻ പറഞ്ഞ പോലെ ഉപവസിക്കും, ധ്യാനം കൂടും, പള്ളിയിൽ പോവും, കുമ്പസാരിക്കും. അതുവരെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ചാൽ 7 മണിക്ക് ഒരു കൊന്ത എത്തിക്കുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക, ഒക്കെ സെറ്റാണ്. അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോഴും ഞങ്ങൾ മനസ്സിലായി ഞങ്ങളുടെ പല തലങ്ങളിൽ, നമ്മുടെ ഓഫീസിലും വീട്ടിലായാലും നമ്മുടെ പല ആളുകളോട് ഇടപെടുന്ന രീതിയിലും പല രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മൾ പല ദാനധർമ്മങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു 100 രൂപ പള്ളിയിൽ നേർച്ചിട്ടു, അല്ലെങ്കിൽ ഒരു 500 രൂപ ഏതിലെങ്കിലും ഒരു ചാരിറ്റി ഫണ്ടിന് കൊടുക്കണതല്ല ദാനധർമ്മം. നമ്മൾ ആവശ്യമുള്ളവർക്ക് അറിഞ്ഞ് നമുക്ക് ദൈവം തരണ നമ്മുടെ ശമ്പളം നമുക്ക് തന്ന് അധ്വാനിച്ചുണ്ടാക്കണേന്നൊരു ഓഹരി വേണം നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് ആവശ്യമുള്ളവരുടെ കയ്യിൽ നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞറിയിക്കാണ്ട് കൊടുക്കണതും അച്ഛൻ വഴി ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഞങ്ങളതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ ദൈവിക ഭക്തി രീതിയിലും പല അധികം മാറ്റങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഒക്ടോബർ 23-ന് ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി. എല്ലാവരും ഇങ്ങനെ പറയും ആവില്ല, പക്ഷേ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ നാച്ചുറലിയൊക്കെ പ്രഗ്നൻ്റ് ആവാമെന്ന്. അത് അറിയായിരുന്നു എന്തൊക്കെയാലും ആവില്ല എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, മാതാവ് സഹായിച്ച് പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എല്ലാവരും ഇതുവരെ അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തൊക്കെയാലും ഇത്ര നാളാവാത്തതല്ലേ, ഇതുവരെ ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടില്ല, അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ടാവും, അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. 9 മാസം ഞാൻ ജോലിക്ക് പോയി. അങ്ങനെ എന്താ പറയുക, ജൂലൈ 5-ാം തീയതി എറിക്ക് ജനിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൊച്ചിനാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷേ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് വളരെയധികം ഹെൽത്തി ആയിട്ടൊരു കൊച്ചിനെ തന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലും ഞങ്ങൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തി. അതുപോലെ ഏത് ജീവിത പ്രശ്നമുള്ളവർക്കും അതാണ് അന്ത്യം എന്ന് വിചാരിക്കാണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റി തരും. ഇവിടെ കൃപാസനത്തിൽ അച്ഛനോടായാലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരോടും ഞങ്ങൾക്ക് 1000 നന്ദിയുണ്ട്. ഞങ്ങൾ തിരിച്ച് ആ ഒരു ക്രിസ്തീയ ജീവിതത്തിലും ദൈവം അനുഗ്രഹിക്കാനും
ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതിന്, അതുപോലെ എല്ലാവർക്കും ദൈവത്തിൻ്റെ ആ ഒരു ദൈവിക സാമീപ്യം അടുത്തറിയാൻ ഇടവരുത്തണേ ഞങ്ങൾ പ്രാർത്ഥിക്കും. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി. അതുപോലെ എല്ലാവരുടെ പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 22-ാം തിരുവചനം. ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ലെവിസ് ആൻ്റണി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഹൃദയം നിറയെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ അവർക്ക് ദാനമായി ലഭിച്ച കുഞ്ഞുമായി വന്ന നന്ദി പറയുകയാണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന പ്രത്യേകമായ രോഗക്ലേശത്തിലൂടെയാണ് മക്കൾ കടന്നുപോയത്. ഫിസിക്കലി എല്ലാം നോർമൽ എന്ന് എല്ലാവരും പറയുന്നു. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള സാധ്യതകൾ എപ്പോഴും മങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയല്ല ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അവരുടെ ജീവിതത്തിലുണ്ടായ ഡിപ്രഷൻ മാറുന്നതിന്, അവർക്ക് സങ്കടമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതിന്, മറ്റുള്ളവർ ഓരോന്ന് ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നതിന്, ആ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്ന അവരുടെ ബന്ധവും അവർ തമ്മിലുള്ള ആ ആദരവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നതിന്, അവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന സ്ഥിരമായി ഉണ്ടായിരുന്ന അവരുടെ നിലവിളി അവസാനിക്കുന്നതിന്, അതൊക്കെയായിരുന്നു ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവരുടെ വലിയ നിയോഗങ്ങൾ. കർത്താവ് അവരുടെ കണ്ണീര് കണ്ടുവന്ന്, ഹൃദയമൊരുകിയുള്ള പ്രാർത്ഥന കണ്ടുവന്ന്, എങ്ങനെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കണമെന്ന് അവർക്ക് വഴിതെളിച്ച് കൊടുത്തുവെന്ന് മക്കളുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് ലെവിസ് പറയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നതിൻ്റെ സന്തോഷം മാത്രമല്ല അവർക്കുള്ളത്, മറിച്ച് ഒരു ജപമാല ചൊല്ലി തീർക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് കണ്ടിരുന്നതിൽ നിന്നും കുറേ കൂടി ഈശോയുമായിട്ട് വ്യക്തിപരമായ ബന്ധം, അമ്മ മാതാവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിന് മക്കളുടെ ജീവിതത്തിന് സാധിച്ചു എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും നേർച്ച എവിടെയെങ്കിലും കൊടുക്കുന്നതാണ് ദാനധർമ്മമെന്നോ നേർച്ചയെന്നോ കരുതിയതിന് പകരം ആവശ്യമുള്ളവരുടെ ജീവിതത്തിലേക്ക് ഔദാര്യത്തോടെ തമ്പുരാൻ നൽകിയിരിക്കുന്നതിൽ നിന്നും നൽകുവാൻ ഹൃദയവിശാലത മക്കൾക്ക് നൽകിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ അകം മുഴുവനും ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. എങ്ങനെ ജീവിക്കണമെന്ന്, എന്തായിരിക്കണം മനസാക്ഷിയെന്ന്, എങ്ങനെയാണ് ദൈവത്തോടൊപ്പം സഞ്ചരിക്കേണ്ടതെന്ന്, ദൈവം നൽകിയിരിക്കുന്ന ആയുസ്, ആരോഗ്യം, ശ്രേയസ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ മരിയൻ ഉടമ്പടി ജീവിതത്തിലാണ്. ഈ മക്കൾ ഉടമ്പടിയിൽ അമ്മ മാതാവിനോടൊപ്പം ഈശോയോട് വിശ്വസ്തത പുലർത്തിയപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിന് ഏറെ നാളായി അവർ അനുഭവിച്ചിരുന്ന വലിയ സങ്കടത്തിനും ഒരുപക്ഷെ നാണക്കേടിനും ദൈവം പരിഹാരമായും അനുഗ്രഹമായും എറിക്കുന്ന കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മയോർത്ത് സന്തോഷത്തിലും സ്നേഹത്തിലും അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് കരഘോഷത്തോടെ നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കും. അമ്മ മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ ഓപ്പറേഷൻ പരാജയം ചെയ്തെടുത്തിൽ നിന്നാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ സർജറിയിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബ്ലഡ് ഛർദ്ദിച്ച് ചേട്ടനെയും കൊണ്ട് കഴിയുകയായിരുന്നു 2 മാസത്തോളം. അവിടെ വെച്ച് ബ്ലഡ് ഒമറ്റ് ചെയ്ത് ആളുടെ ജീവന് തന്നെ അപായം സംഭവിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം അമിതമായി ബ്ലീഡിങ് ഉണ്ടായി. ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളൂ, ഈ കക്ഷിയെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. അങ്ങനെ ഞാനും ചേട്ടനും ബോധമില്ലാതെ ട്രിപ്പ് പോലും ഇടാൻ പറ്റാത്ത, പൾസ് പോലും കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ചേട്ടൻ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വീട്ടിലുള്ളവരെ വിളിച്ചറിയിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു, മോള് കരയണ്ട, കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ പോയി മോൾ ഉടമ്പടി എടുത്ത് നിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കൂ, അമ്മ മാതാവും തിരുകുമാരനും നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരുമെന്ന്. ഞാൻ അതിനു മുന്നേ അവിടെ വെച്ച് എനിക്കൊരു പത്രം കിട്ടിയത് ഞാൻ ചേട്ടൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ തലയണയുടെ കീഴിൽ വെച്ച് ചേട്ടൻ എന്നും രാവിലെയും വൈകിട്ടും അത് നെഞ്ചത്തോട് പിടിച്ച് പ്രാർത്ഥിയിര്,
ബ്ലഡ് ഛർദ്ദിക്കുന്നത് മാറണേ മാറണേന്ന്. ഞാൻ അന്നേരം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ ഞാൻ ആശുപത്രിയിൽ നിന്ന് എന്ന് വീട്ടിൽ വന്നാലും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണമെന്ന്. അങ്ങനെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കിടന്ന ആൾ പെട്ടെന്ന് പറയുക, എനിക്കൊരു കുഴപ്പവും ഇല്ല, നീ കരയാതെ. ഡോക്ടറും നേഴ്സുമാരും എല്ലാം അതിശയിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുക, എന്തോ മാജിക്കാണ് ഈ നടന്നതെന്ന്. ഞാൻ അവിടുന്ന് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാനും മോളും കൂടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലല്ല വന്ന, ഭ്രാന്തമായ ഒരവസ്ഥ വന്നപ്പം മോള് പറഞ്ഞ, അമ്മേ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് പപ്പാടെ ജീവൻ രക്ഷിക്കണം. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങളും അതിലെഴുതി. 5 നിയോഗമേ വെക്കാവൂ, ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ 6 നിയോഗവും വെച്ച്. ഞാൻ 6 നിയോഗം വെച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും തൈലം തേച്ച് നെഞ്ചത്ത് പ്രാർത്ഥിച്ച്, ഉപ്പ് എന്നും ചേട്ടന് രാവിലെയും വൈകിട്ടും എല്ലാം ഞാനങ്ങ് കൊടുക്കും, ബ്ലഡ് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിച്ച് അവിടെ കഴിയുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ചേട്ടൻ്റെ രോഗം എന്തുവാണെന്നും ഈ ബ്ലഡ് എവിടുന്ന് വരുന്നെന്നും ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞതും. അതിനു മുന്നേ പറഞ്ഞ് ഹൈ റിസ്കിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ആളിൻ്റെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല, ഹാർട്ടിലേക്കുള്ള ഒരു നരമ്പും ബ്ലഡ് നരമ്പിലേക്കുള്ള ഒരു നരമ്പിൻ്റെ ഇടയ്ക്കാണ് ട്യൂമർ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏത് ഹൈ റിസ്ക് ആയാലും ഓപ്പറേഷൻ ചെയ്ത് ആടെ ജീവൻ രക്ഷിക്കണമെന്ന്. അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾ ഹൈ റിസ്കിലേ ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതിയെന്ന്. ഞാനും മോളും കൂടെ തീരുമാനിച്ചു ഓപ്പറേഷൻ ചെയ്ത് പപ്പായ്ക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം മോളേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രോഗം എവിടുന്നാണെന്നും ഈ രോഗം ആ ട്യൂമറിൻ്റെ അടുക്കൽ ഒരു നരമ്പ് പൊട്ടിയാണ് ബ്ലഡ് ഒമറ്റി ചെയ്യുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. അങ്ങനെ ഡോക്ടർമാർ ഓപ്പറേഷത്തിന് സംഭവിക്കുകയും ഞാൻ ഓപ്പറേഷത്തിന് താമസം വന്നപ്പം കാശ് രൂപം കൊണ്ടുപോയി ആശുപത്രി സൂപ്രണ്ടിന് കൊടുക്കേണ്ട പേപ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോടും തിരുകുമാരനോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ ചേട്ടനെ ഓപ്പറേഷൻ ചെയ്യണം, 10 പേരുടെ ബ്ലഡാണ് കുത്തിയിട്ട് സർജറിക്ക് അവർ വീട്ടിലോട്ട് വിട്ടേക്കുന്നത്, ഇനിയൊന്ന് ഒമറ്റി ചെയ്താൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതിൻ്റെ 5-ാം ദിവസം എന്നെ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നു സർജറിക്ക് വരാൻ. ഞാനും ചേട്ടനും കൂടെ സർജറിക്ക് പോവുകയും അതുപോലെ തന്നെ O നെഗറ്റീവ് ബ്ലഡാണ് കിട്ടത്തില്ലെന്ന് പറഞ്ഞത്. 8 പേര് എനിക്ക് എവിടെ നിന്നൊക്കെയോ വന്ന് ഞാൻ വിളിച്ചപ്പോൾ വന്ന് ഞാൻ പോലും അറിയാതെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തിട്ട് പോന്നു. അതെല്ലാം അമ്മയുടെ കൃപയാണെന്ന് എനിക്കറിയാം. കാരണം ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് കിടന്നന്ന് രാത്രി അമ്മ എന്നെ സ്വപ്നത്തിൽ കാണിക്കുന്നു, ചേട്ടൻ്റെ നെഞ്ച് തുറന്നു പിടിച്ച് മുഴ ഇരിക്കുന്നിടം എന്നെ കാണിക്കുമെന്ന്. ആ മുഴ അകത്തോട്ട് കയറാൻ ഒത്തിരി വഴികൾ എന്നെ തുറന്ന് കാണിക്കുന്നു. അതിലെല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ഒരു വഴി വലിയ വിശാലമായ രീതിയിൽ തുറന്നിട്ടിട്ട് അതിലെ ഡോക്ടർ കയറി മുഴയെടുത്തുകൊണ്ട് വരുന്നതായിട്ട് അമ്മ എന്നെ രാത്രി കാണിച്ചു. അന്ന് രാവിലെ ഞാൻ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് വിഷമിക്കേണ്ട, അമ്മ നമ്മുടെ കാര്യം ഏറ്റെടുത്തെന്ന് തോന്നുന്നുണ്ട്. കാരണം ചേട്ടൻ്റെ നെഞ്ച് തുറന്നു വെച്ച് ചേട്ടൻ്റെ മുഴ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു, അതെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആശുപത്രി ഓപ്പറേഷത്തിന് ചെന്നു. ഓപ്പറേഷത്തിന് ചെല്ലുമ്പോഴും ഞാൻ കാശ് രൂപവും എണ്ണയും തേച്ച് ഉപ്പും കൊടുത്ത് എന്നും പ്രാർത്ഥിക്കും. എപ്പോഴും അങ്ങ് പ്രാർത്ഥനയുള്ളൂ. പുറത്തും നെഞ്ചത്തും കാശ് രൂപം വെച്ച് അങ്ങ് പ്രാർത്ഥിക്കും. കാരണം ഇനിയൊന്നും ബ്ലഡ് ഛർദ്ദിച്ചാൽ ചേട്ടന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് മുന്നേ ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആളെ ജീവനോടെ കിട്ടുമെന്നോ ഈ ആൾ പഴയ രീതി വരുമെന്നോ കോമാ സ്റ്റേജിലാവും, തലയിലോട്ടുള്ള ഒരു ബ്ലഡ് നരമ്പുണ്ട്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ആളെ തിരിച്ചു തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിരുന്നു. ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അമ്മേ, എനിക്ക് ഒന്നും വരുത്താതെ പഴയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ കരഞ്ഞു വിളിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കയറിയ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് പറഞ്ഞ്, ഈ മുഴ ഞങ്ങൾക്കെടുക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട് തന്നെ തുറന്ന് കയറി മുഴയെടുത്ത് അതിലൊരു കുഴപ്പവും പറ്റിയില്ല. ബ്ലഡ് നരമ്പ് പൊട്ടിയിരുന്ന നരമ്പും അതെടുത്തു മാറ്റി. ഓപ്പറേഷൻ എല്ലാം വിജയിച്ചു. അന്നേരം ഞാൻ അവിടെ നിന്നിരുന്ന് ഓപ്പറേഷത്തിന് കയറ്റിയപ്പോഴും ഞാൻ കാശ് രൂപം വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ 1 മണി വരെ ചേട്ടൻ്റെ സർജറിക്ക് മണിക്കൂറുകളെടുത്ത് അവിടെ ഇരുന്ന് ഞാൻ ICUയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ച് അമ്മേ ഓപ്പറേഷൻ ഒന്ന് ചെയ്തത് അമ്മ, ഇനി എനിക്ക് കഴിവില്ല, 2ാമത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആളിന് എന്തെങ്കിലും കുഴപ്പമായി എനിക്ക് ആരുമില്ല, ഒരു കുഞ്ഞും ഞാനും മാത്രമേ ഉള്ളൂ, അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു.
പറഞ്ഞു. ഞാൻ കരഞ്ഞു വിളിച്ച എല്ലാ പ്രാർത്ഥനയും എൻ്റെ അമ്മ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ അന്ന് ഉടമ്പടി വെക്കാൻ നേരത്ത് ഈ മുഴയെടുത്താൽ ഈ മുഴ ഒരു ക്യാൻസർ പോലുള്ള അസുഖം ആകണമെന്ന് പോലും ഞാൻ അതിനകത്ത് ആകരുതേന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് മുഴയെടുത്ത് തന്നപ്പോൾ ഇത്രയും ഒരു മുഴയ്ക്കകത്ത് എന്തെങ്കിലും കാണുമോ എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി തുടങ്ങി. ഞാനപ്പോൾ അവിടെ നിന്ന് അത് ബയോപ്സിക്ക് അയക്കാൻ ഞാനതൊരു കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന തലക്കീഴി കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചില്ല, അന്നത്തെ അവസ്ഥയിൽ എനിക്കതൊന്നും വെക്കാൻ തോന്നിയില്ല, ഇത് ബയോപ്സിക്ക് അയക്കുമ്പോൾ ഈ മുഴയ്ക്ക് ഒരു കുഴപ്പവും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കുരിശു വരച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ അത് കൊണ്ടുപോയി ബയോപ്സിക്ക് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പം ആ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ്. എന്നിട്ടും അവർക്ക് എന്തോ ഒരു സംശയം കൊണ്ട് ഇത് എവിടെ നിന്നുണ്ടായതാണെന്ന് അറിയാൻ വയ്യാതെ അവർ റീടെസ്റ്റിന് അയച്ചപ്പോൾ ആ അയക്കാൻ തന്ന ഡോക്ടർ തന്ന ചീട്ടിനകത്ത് ഞാൻ കാശ് രൂപം വെച്ച് എത്ര വിശ്വാസ പ്രമാണം ചൊല്ലിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ മുഴ ഇനി റീടെസ്റ്റിന് അയക്കുമ്പോഴും ഒരു കുഴപ്പവും കാണരുത്, എൻ്റെ ഭർത്താവിനെ എനിക്ക് ജീവനോടെ തിരിച്ചു തന്ന അമ്മ ഇതിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉടമ്പടി വെക്കാത്ത കാര്യം പോലും എൻ്റെ അമ്മ അതിലും എന്നെ കേട്ട് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കുഴപ്പവും ഇല്ല, ഇത് നരമ്പിൽ നിന്ന് വന്ന ഒരു മുഴയാണ്, ഈ മുഴ ഇനി ഒരു കുഴപ്പവും ഇല്ലാത്ത മുഴയാണ്, ഇനി ഒരിക്കലും മരുന്നും കഴിക്കേണ്ട, 2 മാസവും കൂടെ കഴിഞ്ഞാൽ ആശുപത്രിയിലും വരണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് കർത്താവായ തമ്പുരാനും എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾ. ഇത് കൂടാതെ തന്നെ പല പല കാര്യങ്ങളും ഞാൻ പറയാത്തത് പോലും അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ഒരു സംഘടനക്കാരി ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ഒരു നിശ്ചിത തുക വീതം 12 മാസം തരാമെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അതും എൻ്റെ അമ്മ മാതാവും കർത്താവായ തമ്പുരാനും എനിക്ക് തന്നതാണ്. എല്ലാം അമ്മയാണ് എനിക്ക് നേടിത്തരുന്നതെന്ന് ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും. ചേട്ടാ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട, അമ്മയാണ്, ഇതേപോലെ തന്നെ ചേട്ടന് പഴയതുപോലെ ആവാൻ കഴിയും. പക്ഷേ ഇത്രയെല്ലാം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രശ്നമില്ലാതെ അമ്മ നേടി എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള അസ്വസ്ഥതകളും മാറ്റി. സൗണ്ടിനൊരിച്ചിരി പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ എന്നും തൈലവും കാശ് രൂപവും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സൗണ്ട് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അതും അമ്മ എനിക്ക് മാറ്റിത്തരും. അതെൻ്റെ വിശ്വാസമാണ്. ഞാൻ എന്ത് കാര്യവും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞാൻ പറയും. ചേട്ടനോട് പറയും, ഡോക്ടർ പറയുന്നതൊന്നും ചേട്ടൻ കേൾക്കണ്ട, നമുക്ക് അമ്മ പറയുന്നത് മാത്രം കേട്ടാൽ മതി. അമ്മ എന്നോട് ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരും. എൻ്റെ എല്ലാ വിഷമസ്ഥിതികളിലും ഞാൻ ഒറ്റയ്ക്ക് നടന്നലയുമ്പോഴും ആശുപത്രി കിടന്ന് ഭ്രാന്തിയെ പോലെ ഓടുമ്പോഴും എനിക്കൊരു പേടിയും ഭയവും ഇല്ലാതെ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായിച്ചു. ഞാൻ 3 മാസം ഒരു ഭ്രാന്തിയെപ്പോലെ അലഞ്ഞ സമയത്തും എനിക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നാതെ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നടന്നെല്ലാം ചെയ്തതെന്നും നിനക്ക് ഞാനുണ്ട് നീ നടന്നോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നതും എൻ്റെ അമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയെ ഇനി മരിച്ചാലും എനിക്ക് അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ജീവിതമേ ഇല്ലെന്ന് പറഞ്ഞെടുത്ത് നിന്ന് എൻ്റെ ഒരു ജീവൻ എനിക്ക് തിരിച്ചു തരികയും എൻ്റെ കുഞ്ഞിനൊരച്ഛനെയെങ്കിലും കൊടുത്തതിൽ അമ്മയോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഡോക്ടർമാർക്ക് വേറെ അതിശയമായിപ്പോയി ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഒന്ന് സർജറി ചെയ്ത് അവർക്ക് മുഴയെടുക്കാൻ പറ്റാതെ അവർ അതടച്ചു വെച്ചെടുത്തുനിന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ആ മുഴ ഒരു തടസ്സവും കൂടാതെ എടുക്കുകയും ഇത്രയും റിസ്ക്കുള്ള ഭാഗത്ത് ഹാർട്ടിൻ്റെ ലെൻസിൻ്റെ ഇടയ്ക്കിരുന്ന മുഴ ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കാതെ ചേട്ടൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ഒരു പ്രശ്നം വരാതെ എടുക്കാൻ ഞങ്ങളോട് കനിവ് തോന്നിയ അമ്മയോട് എന്നും എൻ്റെ കുടുംബവും കടപ്പെട്ടതായിരിക്കും. ഞാൻ എൻ്റെ മോളോടും പറയും, അമ്മ മരിച്ചു പോയാലും അമ്മയെ മറക്കല്ലേ, അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയും. ചേട്ടനെയും മോളെയും എല്ലാം പിടിച്ച് നിർത്തി ഞാൻ പ്രാർത്ഥിപ്പിക്കും. പിന്നെ പേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഈ 2-3 മാസം കാലത്തിനിടയിൽ ഞാൻ അങ്ങ് ആശുപത്രികളായിട്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികളെ കാണാൻ ഞാനും മോളും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അടുത്തുള്ള ക്യാൻസർ രോഗികളെ ചെന്ന് കണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് അവരെ ഇവിടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ സർജറി ചെയ്ത് കോട്ടയത്ത് കഴിയുകയാണ്. അവർക്ക് ഒരാപത്ത് വരാതെ അവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും ദൈവമല്ലാതെ ആരും ഇല്ലാത്തവരാണ്.
അങ്ങനെ ഞാൻ എല്ലാവരോടും പത്രം കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കൃപാസനത്തിൽ പോകണം, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ അമ്മയോട് പറ, അമ്മ നിങ്ങൾക്കതെല്ലാം സാധിച്ചു തരും. അമ്മയ്ക്കേ സാധിക്കാൻ പറ്റത്തുള്ളെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ എപ്പോഴും നോക്കും. കാരണം എനിക്ക് ആരുമില്ലായിരുന്നു. എനിക്ക് ആപത്ത് വന്നപ്പം ബന്ധുക്കളായാലും ആരും ആയാലും എൻ്റെ കൂടെ നടക്കാൻ അമ്മയും കർത്താവായ തമ്പുരാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മയേ ഉള്ള എല്ലാത്തിനും അമ്മ മാത്രം മതി. വേറെ ബന്ധുക്കാരും വേണ്ട, സ്വന്തക്കാരും വേണ്ട, ഒന്നും വേണ്ട. അമ്മ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. അമ്മയോടും തിരുകുമാരനോടും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 7-ാം തിരുവചനം. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ശ്രീകല എന്ന ഈ സഹോദരി ജീവിത പങ്കാളിക്ക് വേണ്ടി കണ്ണീരോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതും വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ മരണത്തിലേക്ക് വഴുതിക്കൊണ്ടിരുന്ന ജീവിതത്തെ പരിശുദ്ധ അമ്മ മാതാവ് അത്ഭുതകരമായി പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിനെയാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരിയുടെ വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, തുടർച്ചയായി രക്തം ഛർദ്ദിച്ചു കൊണ്ടിരുന്ന രോഗത്തിൻ്റെ കാഠിന്യം കാരണം ഓപ്പറേഷൻ പോലും ഡോക്ടർമാർ വേണ്ടെന്ന് വെച്ചിരുന്ന സാഹചര്യങ്ങൾ, അത് വളരെ ഗുരുതരാവസ്ഥയിൽ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്തപ്പോൾ എവിടെയാണ് ഈ രക്തം പുറത്തേക്ക് വരുന്നത്, ഏത് ഞരമ്പിൽ കൂടെയാണ് ലീക്കാവുന്നത് എന്ന് ഡോക്ടർമാർക്ക് കണ്ടെത്തുവാനുള്ള വെളിച്ചം കിട്ടി. അതോടൊപ്പം ഓപ്പറേഷന് മുമ്പ് തന്നെ സഹോദരിക്കൊരു സ്വപ്നം ലഭിക്കുന്നു. ആ സ്വപ്നത്തിൽ അത് എങ്ങനെയാണ് ഈ മുഴ നീക്കം ചെയ്യപ്പെടുന്നതെന്ന് അമ്മ മാതാവ് കാണിച്ചു കൊടുക്കുന്നു. ശരണപ്പെട്ട കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നൽകുന്ന സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സ്വപ്നത്തിലൂടെ മകൾക്ക് ലഭിക്കുന്നത്. ജീവിത പങ്കാളിക്ക് ലഭിച്ച ഏറ്റവും വലിയ ആത്മധൈര്യവും ഈ സ്വപ്നമായിരുന്നു. ജീവൻ തിരികെ കിട്ടുമെന്ന് അമ്മ മാതാവ് അടയാളം കൊടുത്തിട്ടാണ് അടുത്ത ദിവസം ഓപ്പറേഷന് വേണ്ടി വിധേയനാവുന്നത്. ഓപ്പറേഷൻ എന്താണോ മകൾ കണ്ടത് അതുപോലെ തന്നെ ഡോക്ടർമാർ ചെയ്യുകയും അവർ അത് തന്നെ തിരികെ വന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ബയോപ്സിയിലേക്കുള്ള മറ്റ് പരിശോധനകളിലും പൂർണ്ണമായ സൗഖ്യമാണ് ഈ സഹോദരന് തമ്പുരാൻ നൽകിയത്. ഈ സഹോദരി പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി മുഴുവനും എൻ്റെ കിടക്കയുടെ അരികിൽ ഈ 2 കിലോയോളം ഭാരമുള്ള ഉള്ളിൽ നിന്നെടുത്ത ഈ മുഴ അത് ഞാൻ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നേരം വെളുക്കും വരെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്നാണ്. അതുകൊണ്ട് ആദ്യത്തെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്നറിയുന്നു. വീണ്ടും ഡോക്ടർമാർ അടുത്തൊരു ചീട്ട് എഴുതി കൊടുത്തിട്ട് വീണ്ടും അടുത്ത ഗവേഷണത്തിന് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അതും സഹോദരി പറയുന്നുണ്ട്, കണ്ണീര് കൊണ്ട് ആ ചീട്ട് മുഴുവനും ഞാൻ നിരന്തരം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അത് മുഴുവനും ഞാൻ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് ഒരു പോറലും തുടർ ചികിത്സയും ഉണ്ടാവരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാനത് പരിശോധനയ്ക്ക് അയച്ചത്. അതുപോലെ തന്നെ തിരികെ വന്നപ്പോൾ ഒരു മരുന്ന് പോലും വേണ്ട എന്ന രീതിയിൽ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകിക്കൊണ്ട് ഈ മകനെ ജീവിതത്തിലേക്ക് തിരികെ നൽകിയതിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് പങ്കുവയ്ക്കുന്നത്. എത്ര ക്ലേശകരമായ ജീവിതാവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നിരന്തരമായ സംരക്ഷണവും സഹായവും നമുക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധിയും രോഗത്തിന് സൗഖ്യവുമായി തിരുക്കുമാരനിൽ നിന്ന് നേടിത്തരുന്നു എന്ന വലിയ ബോധ്യം ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തെ കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് അഖില രാജ്. ഇതെൻ്റെ ഹസ്ബൻഡ് അജേഷ് ജി നായർ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് ഈ പുണ്യമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് 2003 ജൂൺ 9-ാം തീയതി ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിന് സുഖമില്ലാതെ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും സുഖമില്ലാതെ വയറ്റിൽ അസൈറ്റിസ് ഫ്ലൂയിഡായിട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ
ക്രോണിക് ലിവർ ഡിസീസസ് ആണ് അവിടെ ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ഇരുന്നു. ദിവസങ്ങളിൽ ഹസ്ബൻഡിന് 3-4 ലിറ്റർ ഫ്ലൂയിഡാണ് വയറ്റിൽ നിന്ന് എടുത്ത് ടെസ്റ്റിന് വിടുന്നു. അതിൽ യാതൊരു ഇൻഫെക്ഷനായിട്ടോ ഒന്നും അതിൽ കണ്ടില്ല. അങ്ങനെ ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ മെഡിക്കൽ കോളേജിൽ കംപ്ലീറ്റ് അഡ്മിറ്റാക്കി. അവിടുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആളിൻ്റെ ലിവർ മാറ്റി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആളിൻ്റെ ലിവർ മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞാൻ സൗദിയിലാണ്. ഇവിടെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുമാണ് ഉള്ളത്. ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു, അമ്മ നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കിവിടുന്ന് ലീവ് കിട്ടില്ല. ഞാൻ എങ്ങനെയാണ് നാട്ടിൽ വന്ന് ഹസ്ബൻഡിനെ നോക്കുന്നത്? ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ UK എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, ചേച്ചി അവിടെ വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് ഹസ്ബൻഡിൻ്റെ അസുഖം എല്ലാം മാറ്റിത്തരും. ഞാൻ അന്ന് തന്നെ കഴിഞ്ഞ വർഷം 2003 സെപ്റ്റംബർ 17 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ റിക്വസ്റ്റ് ഇട്ടു എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. അന്ന് സെപ്റ്റംബർ 22 മെഡിക്കൽ കോളേജിൽ നിന്ന് ഹസ്ബൻഡിനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ഹസ്ബൻഡിനെ കണ്ടിട്ട് പറയണേ, ഇയാൾക്ക് ലിവർ ഡിസീസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, നോൺ സിറോട്ടിക് ലിവർ ഡിസീസാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഫ്ലൂയിഡ് എടുത്ത സമയത്ത് പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ICUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വെച്ചും ഡോക്ടർ പറയുന്നു, ഇനി നമുക്ക് ഇയാളെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആൾ ഒരു 28 kg വെയിറ്റ് ലോസ് ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പല പ്രാവശ്യം ഡോക്ടർ എനിക്ക് അവിടോട്ട് റിക്വസ്റ്റ് ഇട്ടു, എത്രയും പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിനെ കാണണം, ആൾ 2-3 ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, പാലിയേറ്റീവ് കെയറിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് രാത്രി ടൈമുകളിൽ 3 മണിക്കും 2 മണിക്കും മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, മാതാവേ നീ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണമേ എന്ന്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഏങ്ങലടിച്ച് കരയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. ആ സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് എത്താറുണ്ട്. അതുപോലെ ഒക്ടോബർ 28 എൻ്റെ അമ്മ 2023 ഇവിടെ വന്ന് എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അതായത് നമ്മുടെ ജപമാല റാലിക്ക് മുന്നായി 27. അതുപോലെ ഒക്ടോബർ 30 എൻ്റെ അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ പോയിക്കോളൂ, ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം അമ്മ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തൈലവും കൊണ്ട് ഹസ്ബൻഡിന് പൂശി. ഇവിടുന്ന് അച്ഛൻ ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ചെറിയ റിക്കവറി ഉണ്ടായി. ലാസ്റ്റ് ഞങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായി, പൈസയ്ക്ക് ഇഷ്യൂ ഉണ്ടായി. പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്യാം, ലാപ്രോട്ടമി ചെയ്ത് നോക്കാം, ഇദ്ദേഹത്തിന് എന്താ അസുഖമെന്ന്, ലിവറിനൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ലാപ്രോട്ടമി ചെയ്തു. അന്നേരം അതിൽ ലിവറിൽ ഒരു മണ്ട ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു, കരിഞ്ഞിരിക്കുന്ന. ആ ഇതെടുത്ത് ഡോക്ടർ ബയോപ്സിക്ക് വിട്ടിട്ട് പറഞ്ഞ് ചിലപ്പം ഇത് ക്യാൻസർ ആയിരിക്കാം. അപ്പോൾ ബയോപ്സിയുടെ റിപ്പോർട്ടും വന്ന് അതും ക്യാൻസർ അല്ലാന്നത് ചെയ്തു. പിന്നെ കുറച്ചൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല, ഈ ലിവറിൽ സ്റ്റെൻറ്റ് ഇടുന്ന ഒരു പ്രൊസീജിയറുണ്ട്, അതും നമുക്ക് ചെയ്യാം. അപ്പോഴും ഞാൻ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയൊരു സർജറി, ഇനി ഒരു അദ്ദേഹത്തിൻ്റെ ശരീരത്തൊരു കത്തി വെക്കുന്ന ഒരു സർജറി പോലും എൻ്റെ മാതാവ് ഇനി വരത്തരുതേന്ന് മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു, ഡോക്ടർ റിസ്വാനാണ് രാജഗിരി ഹോസ്പിറ്റലിലെ, പറഞ്ഞു നമുക്കൊരു സ്റ്റിറോയിഡ് കൊടുത്തു നോക്കാം, അതിൽ അദ്ദേഹം എങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല, കൊടുത്തു നോക്കാം. ഞാൻ പറഞ്ഞു, അമ്മ കൊടുക്കണ്ട. അമ്മ അന്നാണ് ഞാൻ പറയുന്നത് ഒക്ടോബർ 27 അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ്
ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് മേടിച്ച് നിങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിനെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേറ്റ് നടക്കാത്ത ബൈപ്പാപ്പിലായിരുന്ന ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിരുന്ന ഹസ്ബൻഡിൻ്റെ ഓക്സിജനും മാറ്റി ഹസ്ബൻഡ് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനും തുടങ്ങി, സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ അത്രയും നാൾ ഫുഡ് കഴിക്കാതിരുന്ന ഒരു വീക്ക്നെസ്സിൽ അദ്ദേഹം ഒരാഴ്ചക്കകം എല്ലാം നോർമലായി. അവിടുന്ന് ആ സ്റ്റെൻഡ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറും നമ്മൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആൾ ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് പ്രേക്ഷിത വേലയായിട്ട് ഞാനിപ്പോഴാണ് 1 ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിപ്പോൾ നവംബർ 3-ാം തീയതിയാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി കൊടുക്കും, പ്രാർത്ഥിച്ചു കൊടുക്കും. എല്ലാവരുടെയും പറ്റുന്നവരുടെയൊക്കെ അടുത്തിരുന്ന് അവരോട് കാര്യങ്ങൾ തിരക്കും. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയും ആൾക്കാരോട്. പിന്നെ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും, പറ്റുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു. അത് ഞാൻ ദിവസവും ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ കൊന്തയും 1/2 മണിക്കൂറിൽ കൂടുതൽ ബൈബിളും വായിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഇത്രയും അനുഗ്രഹം തന്ന പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയുണ്ട്, നിങ്ങൾ അവിടെ പോകണം, പ്രാർത്ഥിക്കണം. പിന്നെ 3 പ്രാവശ്യം സൗദി പ്രോമെട്രിക് എക്സാം എഴുതിയ എൻ്റെ ഒരു ഫ്രണ്ടിന് എക്സാം എഴുതിയിട്ടും എക്സാം പാസ്സായില്ല. അവളുടെ വിഷമം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അവളെ വിളിച്ച് എൻ്റെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, മാതാവിന് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് 3.5 വർഷത്തിൽ മേലെയായി ഒരു പ്രോമെട്രി എക്സാമും ഇല്ലാതെ ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവൾക്ക് പുതിയതായിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞു, നിനക്ക് പ്രോമെട്രി എക്സാമിന് ഇനി ട്രൈ ചെയ്യാം, എഴുതാം, ഇവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞു. എക്സാമിന് പോകുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും. പിന്നെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും പങ്കുവയ്ക്കും, ഒരു സാക്ഷ്യം പോലും വിടാറില്ല. ദിവസം നമുക്കൊരു 7 സാക്ഷ്യമെങ്കിലും ഞാൻ എൻ്റെക്ക് പരമാവധി സമയം കൊണ്ട് ഞാനത് കണ്ടു തീർക്കുകയും അച്ഛൻ്റെ എല്ലാ ധ്യാനവും മുടക്കാതെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയിരിക്കും. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകം 23:4 മരണത്തിൻ്റെ നിഴലിവണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. അഖില രാജ് എന്ന ഈ മകളും ജീവിത പങ്കാളിയും ജീവൻ തിരികെ കിട്ടിയ വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. എത്ര ഗുരുതരമായ രോഗാവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് മകൾ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള നിർദ്ദേശം ലഭിക്കുന്നു. ലിവർ ക്യാൻസറിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നു. സ്റ്റീറോയിഡ് കുത്തിവെച്ച് അതിൻ്റെ ഫലം എന്തെന്ന് അനിശ്ചിതമാകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ഓരോ അവസരത്തിലും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന മകളുടെ ഉടമ്പടി ജീവിതം അത് അച്ചിട്ടതുപോലെ പാലിക്കുന്ന അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടലാവട്ടെ, സാക്ഷ്യം കേൾക്കലാവട്ടെ, ജപമാല പ്രാർത്ഥനയാവട്ടെ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാവട്ടെ, കാരുണ്യ പ്രവൃത്തികളാവട്ടെ, ഓരോന്നും ഉടമ്പടി ജീവിതത്തിനോട് പുലർത്തുന്ന ഏറ്റവും ആഴമേറിയ വിശ്വസ്തത ഈ മകളുടെ ജീവിതത്തെ എത്രത്തോളം ജീവിത പങ്കാളിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഉപകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്നാണ് മകൾ ജീവിത പങ്കാളിയെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ യാതൊരു ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒന്നും കൂടാതെ സാധാരണ മരുന്നിലൂടെ ഈ പറഞ്ഞു കേട്ടതൊക്കെയും എത്രയോ സാമ്പത്തിക ഭാരമുള്ളത്, എത്രയോ ഭീഷണമായ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ മാറ്റി പൂർണ്ണമായ ആരോഗ്യത്തോടും സൗഖ്യത്തോടും ഈ അൾത്താരയിൽ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ് ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ചു തരുമെന്നത്. എത്ര ഭാരപ്പെട്ട മനസ്സോടുകൂടി നിങ്ങൾ അമ്മ മാതാവിൻ്റെ അരികിലെത്തുന്നുവെങ്കിലും ആ ഭാരങ്ങളെ ലഘൂകരിക്കുന്ന അമ്മയാണ്
ഇവിടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിലെ പരിശുദ്ധ ദൈവമാതാവ്. രണ്ടാമത്തത്, ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. നമ്മുടെ കഴിവിലല്ല, ദൈവകൃപയിൽ അസാധ്യമായത് നമുക്ക് സാധ്യമാക്കി തരുമെന്ന്. വലിയ ഭാരത്തോടുകൂടി, വലിയ ആശങ്കയോടുകൂടി മരണത്തെ മുന്നിൽ കണ്ടിരുന്ന നിമിഷങ്ങളിൽ ഒന്നും ചെയ്യുവാനില്ലെന്ന് ഓരോരുത്തരും പറയുമ്പോഴും എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ പൂർണ്ണമായ രോഗസൗഖ്യം നൽകുമെന്ന പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് ഈ മകൻ്റെ ജീവിതത്തെ നേടുവാൻ സാധിച്ചതെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ കൊടുത്ത ആ കാശുരൂപം, ചെറിയ കാശുരൂപം, അത് എത്ര ആദരവോടും ഭക്തിയോടും കൂടി സൂക്ഷിച്ചുവെന്നും അത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഉടമ്പടിയുടെ ഓരോ കാര്യവും, നമുക്ക് നിസ്സാരമെന്ന് നാം തോന്നുന്ന ഓരോ കാര്യവും എത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടിയാണോ നിർവഹിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്, അനുഗ്രഹത്തിന്, രോഗസൗഖ്യത്തിന്, ഭാരങ്ങൾ മാറ്റുന്നതിന്, കൂടുതൽ ദൈവമഹത്വത്തിന് ജീവിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കും എന്ന മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം പോലെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് സിനി. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. 2022 മാർച്ച് 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 10 വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 2020 ഞാൻ ജോലി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 2024 മെയ് 7 യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ആ പഴയ സ്ഥലത്തേക്ക്, കുവൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്, അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻ അയക്കാനും ദൈവം അനുഗ്രഹിച്ചു. ആ ജോലിയും തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. 2020 ഞാൻ റിസൈൻ ചെയ്ത പോകുന്ന സമയത്ത് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആനുകൂല്യങ്ങളെല്ലാം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. കൂടാതെ 10 വർഷത്തോളം ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് നോർമലാവുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്തു. ദൈവം തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഹൈപ്പർപ്ലേസിയ എന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ട് 2 മാസത്തോളം ബ്ലീഡിങ് വന്നു. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്ത് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, നോർമലാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ടെസ്റ്റ് നോർമലാക്കി തരികയും ബ്ലീഡിങ് മാറ്റി തരികയും ചെയ്തു. ഇപ്പം നോർമലായിട്ട് പോകുന്നു. ദൈവത്തിന് 1000 നന്ദി. കോവിഡിൻ്റെ സമയത്ത് 2020 എനിക്ക് കോവിഡ് വന്നപ്പോൾ സ്മെല്ല് നഷ്ടമായി. അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിൽ. അപ്പം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്മെല്ല് എനിക്ക് തിരിച്ചു തരികയും ആ നിമിഷം തന്നെ അതിൽ നിന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. കൂടാതെ ഡിപ്രഷന് ഞാൻ 2 വർഷം മരുന്ന് കഴിച്ചിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥ അപേക്ഷിച്ചു. മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. എൻ്റെ തല മുതൽ കാൽപാദം വരെ തണുപ്പ് അനുഭവപ്പെടുകയും നീല നിറത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. ആ നിമിഷം തന്നെ അന്ന് മുതൽ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. 6 വർഷത്തോളമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എപ്പോൾ വിളിച്ചാലും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. തണുപ്പായിട്ടും നീല നിറത്തിലായിട്ടും സംസാരത്തിലൂടെയും ഒക്കെ മാതാവ് എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. കുഞ്ഞുങ്ങളും മോളും ഒക്കെ കാണാറുണ്ട്. മാതാവ് സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങൾ, മുമ്പോട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഈ ജോലി കാര്യങ്ങൾ അച്ഛൻ മെയ് 7 മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ജൂൺ 25 വരെ
എനിക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി അച്ഛനിലൂടെ ഇവിടെ സംസാരിച്ചതായിരുന്നു. 25-ാം തീയതി, ജൂൺ 25-ാം തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത്. മെയ് 20-ന് എനിക്കൊരു ഡേറ്റ് അവർ പറഞ്ഞിരുന്നു. മെയ് 22-ലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അത് എനിക്ക് മിസ്സായി പോയി. അങ്ങനെ വന്നപ്പോൾ ഒരു ബുധനാഴ്ച മെയ് 28-ന് മാതാവ് എന്നോട് സംസാരിച്ചു, കൃപാസനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്നു. ഞങ്ങളങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. കുഞ്ഞിനും ഞാനും എന്നെ കുവൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കുഞ്ഞിനും വെളിപ്പെടുത്തി കൊടുത്തു. അവൾക്കും ഒത്തിരി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മാതാവിനെ കാണാറുണ്ട്, സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് തരാറുണ്ട്. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞങ്ങളുടെ ഭവനത്തിൽ മിക്കപ്പോഴും ഉണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം, അസുഖങ്ങൾ വരുമ്പം, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സിൽ ന്യൂമോണിയ വന്നിട്ടുണ്ട്. അപ്പം മിക്കപ്പോഴും തന്നെ ചുമ വരുമ്പോൾ പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് ബാധിക്കാറുണ്ട്. ആ സമയങ്ങളിൽ അവൾക്ക് ദർശനം കൊടുക്കാറുണ്ട്. ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് അത് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. അതേപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കോരിച്ചൊരിയുന്നുണ്ട്. എൻ്റെ ദൈവത്തിനും എൻ്റെ മാതാവിനും 1000 നന്ദി. പിന്നെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹങ്ങൾ, അവളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾ സംസാരിക്കും. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഞാൻ സോഫയിൽ ഇരുന്ന് എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു. യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയിൽ ഒരു രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ യേശുവിൻ്റെ അടുത്ത് അമ്മ മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേറയിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാഖമാർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. പിന്നെ അതിൻ്റെ യേശുവിൻ്റെ കാലിൻ്റെയും മാതാവിൻ്റെ കാലിൻ്റെയും തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാലാഖമാർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ മാതാവ് ഞാനും അമ്മയും ബെഡിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അമ്മയുടെ ജോലി പോയായിരുന്നു. അപ്പം അമ്മ മാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോകാനുള്ള സ്ഥലം പറഞ്ഞു തന്നു. അത് കുവൈറ്റ് എന്നാണ് എൻ്റെ അമ്മ മാതാവ് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു പ്രകാശം കണ്ടു. അപ്പം ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ വന്ന് നോക്കി. അപ്പോൾ ഒരു വെള്ളപ്രാവ് എൻ്റെ കൈയിൻ്റെ അവിടെ വന്ന് ഇരുന്നു. എന്നിട്ട് കുറച്ച് നേരം ചുണ്ടും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ആകാശത്തുനിന്ന് ഒരാൾ വിളിക്കുന്നത് കേട്ടു. അങ്ങനെ ആ പ്രാവ് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി. പിന്നെ വചനങ്ങൾ എനിക്ക് മാതാവ് തരാറുള്ളത്, എനിക്ക് ഇയ്യോബ്, പിന്നെ റോമർ, പിന്നെ കോരിന്ത്യർ, ഫിലിപ്പിയർ, അതൊക്കെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെപ്പോഴും ഞാൻ രാത്രിയിൽ വായിക്കും. എന്നിട്ടാണെങ്കിൽ ഞാൻ നല്ല കുട്ടിയായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. സിനി മാത്യുവും മകൾ ഗ്രേസും ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് തങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് കൊടുത്ത കൃപകൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തെ അവർ പ്രഘോഷിക്കുകയാണ്.
തനിക്ക് നഷ്ടപ്പെട്ട ജോലി, 10 വർഷം താൻ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പരിശ്രമിക്കുന്നു, ജോലിയില്ല. എന്നാൽ പിന്നീട് എങ്ങനെയാണ് തനിക്ക് ആ ജോലി സാധ്യതകൾ തൻ്റെ മകളിലൂടെ മാതാവ് സംസാരിക്കുകയാണ്. കുവൈറ്റിന് തന്നെ അമ്മ തിരിച്ചു പോകും. ആ കുഞ്ഞിന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ, അതുപോലെ സ്വർഗം അവൾക്ക് കാണിച്ചു കൊടുത്തു. മാലാഖമാരെ അവൾക്ക് കൂട്ടിന് വിട്ടു. നീ നല്ല കുഞ്ഞാണ് എന്ന് ഒരു പ്രാവ് വന്ന് അവളോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അത് ആ കുഞ്ഞ് പറയുന്നത് അവളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷം, ഒരു സൗഭാഗ്യം അത് ആ കുഞ്ഞിന് ലഭിച്ചു. സ്വർഗത്തിൽ വിശുദ്ധരും ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയും ഈശോയും അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ മകളും ഒത്തിരിയേറെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ അമ്മയുടെ ജോലിക്കാര്യം മകളോട് പറയുന്നു. അമ്മ സംസാരിച്ചു എന്നാണ് പറയുക. അതുപോലെ മാതാവിൻ്റെ നിറം, ഇതൊക്കെ ഇവർക്ക് സംരക്ഷണമായിട്ടും അതുപോലെ ഇവർക്ക് അനുഭവമായിട്ടും കൂടെ ഉണ്ടാകുന്നു. പുറപ്പാട് 33:11 സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്ന് തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല. കൃപാസനത്തിൽ നടക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല. ഇവിടെ നടക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന അനുഭവങ്ങൾ മാത്രമാണ്. അല്ലാതെ കുറേ അടയാളങ്ങളോ അത്ഭുതങ്ങളോ മാത്രം ഇവിടെ സംഭവിക്കുന്നു എന്ന് ആരും ചിന്തിക്കരുത്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കും. നാമും ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമയവും ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നാം പണിയാത്ത പട്ടണങ്ങൾ, നാം അധ്വാനിച്ചിട്ടില്ലാത്ത ഭൂമി, ഇതൊക്കെ തന്ന് വീണ്ടും ഈ മകളെ എങ്ങനെ താൻ പോന്ന റെസിഗ്നേഷൻ നടത്തിയ അതേ സ്ഥാപനത്തിലേക്ക്, അതേ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും നല്ല സാലറിയിൽ ഈ മകളെ തിരികെ വിളിക്കുകയാണ്. ഒരിക്കലും റെസിഗ്നേഷൻ കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൽ തിരികെ വിളിക്കാൻ സാധ്യതയില്ല. എന്നാൽ അമ്മയെടുത്ത ഫയലാണത്, പരിശുദ്ധ അമ്മയെടുത്ത ഫയൽ. ആ ഫയൽ അവിടെ ഒപ്പിടാതെ നിവർത്തിയില്ല. അപ്പോഴത് വേണ്ട രീതിയിൽ അമ്മ കൊടുക്കുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ തന്നെ വരും. ഇത് ആദ്യത്തെ സാക്ഷ്യമൊന്നുമല്ല, എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളിൽ അമ്മ ഒപ്പിടുന്നു, അമ്മ ഫയൽ ഈശോയ്ക്ക് കൊടുക്കുന്നു, ഈശോ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും പറയുക. അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് കരിയർ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ, അതോർത്ത് വേദനിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഈശോ വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെയാണ് ഈ മകൾക്ക് മെസ്സേജ് വരുന്നത്, തനിക്ക് നഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നു എന്നുള്ളത്. പിന്നീട് 2 വർഷമായിട്ട് റെസിഗ്നേഷൻ കഴിഞ്ഞ് പോകുന്ന ആനുകൂല്യങ്ങളൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ല. അതും ഉടനെ തന്നെ ലഭിക്കുവാനായിട്ടിടയാവുകയാണ്. 2 വർഷമായിട്ട് കിട്ടാതിരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിക്കുന്നു. ഇവിടെയാണ് ഭാരലഘുത്വം, സമയ ചുരുക്കം. അതായത് ഇതൊന്നും നമ്മുടെ ചിന്തയ്ക്കോ നമ്മുടെ പരിധിയിലോ പെടുന്ന കാര്യങ്ങളല്ല, അത് നമുക്ക് അതീതമാണ്. ഇവിടെ പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. പിന്നീട് സിനി എന്ന മകൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ തന്നെയുണ്ട്. തൻ്റെ ബ്ലീഡിങ്, അതുപോലെ തൈറോയിഡ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും 2 വർഷമായിട്ട് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന മകൾ ഇപ്പോൾ 6 വർഷമായി ഇതൊന്നും തനിക്ക് എടുക്കേണ്ടി വരുന്നില്ല. ഉടമ്പടി എടുത്ത അന്ന് തന്നെ അമ്മ ഈ മകളിലേക്ക് മകളുടെ അടുത്തേക്ക് കടന്നു വന്നു. തണുപ്പായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സ്പന്ദനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അമ്മ ഇന്നും ഈ ആലയത്തിൽ നമ്മോടൊപ്പമുണ്ട്. നമ്മെ കടന്നു പോകാൻ അമ്മയെ അനുവദിക്കരുത്. നാം അമ്മയോടൊപ്പമായിരിക്കണം. ഇവിടെ
കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം അതെന്താ ചെയ്തേ? പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഒരു 10 പാക്കറ്റ് മുതൽ 30 പാക്കറ്റ് വരെ കൃപാസന പത്രം കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടും ബസ് സ്റ്റാൻഡിൽ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് അത് കൊടുക്കാൻ. മാതാവ് അപ്പോഴെനിക്ക് ഒത്തിരി സംസാരിക്കാറുണ്ട്. രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ആ തണുപ്പ് അവരുടെ ഹൃദയത്തിലും തണുപ്പ് അനുഭവപ്പെട്ടതായിട്ട് പറയാറുണ്ട്. ഒത്തിരി രോഗികൾ കരഞ്ഞ് സംസാരിക്കാറുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ എന്നോടല്ല, അത് മാതാവിനോടാണ്, മാതാവിൻ്റെ സാന്നിധ്യത്തോടാണ് അവർ പറയുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് ആ തണുപ്പ് അനുഭവപ്പെടാറുണ്ട് അന്നേരം. അപ്പോൾ മാതാവിൽ നിന്ന് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, പൊതിച്ചോറ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാഴ്ച 40 പൊതിച്ചോറ് വീതം കുറേ നാൾ ഞങ്ങൾ കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു പാലിയേറ്റീവ് കെയറിൽ രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് ചെറിയ രീതിയിൽ അവരുടെ ഭക്ഷണത്തിന് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അതവിടെ കൊടുക്കുവാനും ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും. പിന്നെ കുമ്പസാരിക്കുന്ന കാര്യം മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമാണ്. ആ സമയത്ത് കുമ്പസാരിക്കയുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കുറവുള്ള ഭാഗങ്ങളെല്ലാം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ധ്യാനത്തിലൂടെ മെസ്സേജ് കിട്ടാറുണ്ട്. അങ്ങനെ കുറവുകളെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് വന്നത് കുമ്പസാരിക്കാറുണ്ട്. കർത്താവിൻ്റെ കരുണ ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനും. പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഒഴിവാക്കാതെ ഞങ്ങൾ പോവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ ദൈവത്തിനും ഇങ്ങനെ മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യജീവൻ വരെ പോവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഒരു എക്സാമിന് പോയി കഴിഞ്ഞപ്പം ഞാൻ പത്രം കൊടുത്തിട്ടാണ്, ഒരു PSC എക്സാമിന് ഞാൻ പോയിരുന്നു. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അപ്പോൾ എക്സാമിന് പോയിരിക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ എക്സാം കഴിയുന്നവരെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുതന്നെയാണ്. ഞാൻ ജീവിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. അതിൽ ഈ ഉടമ്പടിയിലൂടെ നിലനിന്ന് പോകാനായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും കൃപയും കരുണയും തരണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് അനന്തു. ഞാൻ അടൂരിൽ നിന്ന് വരികയാണ്. ഇത് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സഹോദരി ഒരാളുണ്ട്. ഞങ്ങൾ ഈ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ്. പുള്ളിക്കാരി എന്നെ നിർബന്ധിച്ച് ഇവിടെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നു എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞ് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. ഇത് അച്ഛനമ്മയ്ക്കും ഒരുപാട് ആരോഗ്യമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. അങ്ങനെ അച്ഛനും ഞാനും ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്തെന്ന് വെച്ചാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി, ഒരു വീട്, വസ്തു ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തമിഴ്നാട്ടുകാരാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് 25 വർഷമായി. എൻ്റെ ചെറുപ്രായത്തിൽ ഞാനിവിടെ വന്നതാണ്. ഞാനിവിടാണ് പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്കൊരു വീട് വേണം, ഒരു വസ്തു വാങ്ങിക്കണം, ഒരു വസ്തു എന്തുമായാലും വാങ്ങിച്ചിരിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു വാശി തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗം വെച്ചതിൽ എനിക്ക് ഞാൻ ഈ വസ്തു വാങ്ങിക്കണം, എനിക്ക് വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഞാൻ വെച്ചു. കറക്റ്റ് ഞാൻ പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വസ്തു ഒരാൾ ഫോട്ടോ ഇട്ട് തന്നു. ഞാൻ
അച്ഛനോട് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്വർണ്ണങ്ങളുണ്ട്, എല്ലാം ഒന്ന് പണയം വെച്ച് നമുക്കത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വസ്തു 5 സെൻറ്റ് വസ്തു 8 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ആ വസ്തു വാങ്ങിച്ചു. ആദ്യത്തെ സാക്ഷ്യം എനിക്കത് നടന്നു കിട്ടി. അമ്മ മാതാവാണ് അതിനെനിക്ക് സഹായിച്ചത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട്. 7 വയസ്സുള്ള ഒരു കുഞ്ഞും 2 വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ട്. അവർ വീട്ടിൽ ഒരുപാട് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ 2 പേരും ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി. എൻ്റെ ചേച്ചി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നു. ഇവിടുന്ന് തമിഴ്നാട്ടിൽ തെങ്കാശി ചെന്ന് എൻ്റെ ചേച്ചിയെയും ആ കുഞ്ഞിനെയും ഞാൻ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അടൂരാണ് എൻ്റെ വീട്. അടൂർ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കൊണ്ട് അവളെ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ഞാൻ അവളെയും കൂട്ടി അവളുടെ കയ്യിൽ ഞാൻ ചോറ് പൊതി എല്ലാം എടുത്ത് ഞാൻ അവളെ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പം അവളും എൻ്റെ കൂടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിപ്പിക്കും. കുഞ്ഞിനെയും ഞാൻ തൈലമൊക്കെ തൊട്ടു ഞാൻ അവനെയും പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ അവൾക്ക് ഈ മാതാവിനോട് ഒരു വിശ്വാസം ഉണ്ടായി. അങ്ങനെ അവളും എൻ്റെ കൂടെ ആശുപത്രികളിലും അതുപോലെ അനാഥാശ്രമത്തിലെല്ലാം പത്രം കൊടുക്കാൻ, ചോറ് കൊടുക്കാൻ, പ്രേക്ഷിത പ്രവർത്തനം എല്ലാത്തിലും അവളും എൻ്റെ കൂടെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു വട്ടം ഞാൻ അവളെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിപ്പിച്ചു. പുള്ളിക്കാരിക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ കുറേ നാൾ ഒരു 2-3 മാസം കഴിഞ്ഞതിനൊക്കെ ശേഷം പുള്ളിക്കാരൻ്റെ ഭർത്താവ് ഡിവോഴ്സിന് പേപ്പർ അയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പേപ്പർ അയച്ചു. അവൾ ഒരുപാട് വിഷമിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ വിഷമങ്ങളൊക്കെ മാറാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ. അത് കൃപാസനത്തിൽ പോയി നീ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിൻ്റെ എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ അവിടെ പോയേ പറ്റത്തുള്ളൂ. നീ ചെന്ന് ഉടമ്പടി എടുക്കുക. കാരണം നീ വേറൊരു കുടുംബത്തിൽ പോയവളാണ്. അപ്പം നീ അവിടെ ചെന്നിട്ട് നിൻ്റെ വീട്ടിൽ നീ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അവളെ കൊണ്ട് ഞാൻ ഇവിടെ വരുന്നു. ഞങ്ങൾ 2 പേരും വന്നു. അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എപ്പിച്ചു. അവളും ആ സാക്ഷ്യത്തിൽ വെക്കാൻ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്നു. അത് കഴിഞ്ഞ് കൃപാസനത്തിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി കറക്റ്റ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോടതിയിൽ പോയി. ഞങ്ങൾക്ക് ഇവളെയും വിളിച്ചുകൊണ്ട് പോയി അവിടെ ഹാജരാക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പോകുന്നതിന് 2-3 ദിവസത്തിന് മുമ്പേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ ഒരു 3-4 മാസം കൊണ്ടേ എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒറ്റ പിടിവാശിയിലായിരുന്നു പുള്ളിക്കാരൻ. ഭയങ്കര വാശിയിലായിരുന്നു. എങ്ങനെ മാറിയോ എന്തോന്നൊന്നും അറിയില്ല. ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോയി. പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് വനിതാ കമ്മീഷനിൽ ചെന്ന് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വനിതാ കമ്മീഷനിൽ നേരെ ഞാൻ, എൻ്റെ അച്ഛന്, അമ്മ എല്ലാവരും, എൻ്റെ ചേച്ചി ഉൾപ്പെടെ ഞങ്ങൾ വനിതാ കമ്മീഷനിൽ പോയി. അപ്പോഴും ഉടമ്പടി, കാശുരൂപം, തൈലം, ഉപ്പ് ഇതെല്ലാം എൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഓരോ വട്ടവും എനിക്ക് വിഷമങ്ങൾ വരുമ്പോഴെല്ലാം അമ്മ മാതാവേ, അമ്മേ എൻ്റെ കൂടെ കാണണമേ, എൻ്റെ കൂടെ തന്നെ കാണണമേ എന്നും പറഞ്ഞാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വനിതാ കമ്മീഷൻ സ്റ്റേഷനിനകത്ത് പോയപ്പം മറ്റാരും, ബന്ധുക്കളും സുഹൃത്തുക്കളും ആരും ഇല്ല സഹായിക്കാൻ. ഈ ഒരു കാര്യത്തിൽ, എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും നോക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്ക് വിഷമിച്ചു. അമ്മ മാതാവേ, ആരും ഇല്ലല്ലോ കൂടെ, നീയെങ്കിലും എൻ്റെ കൂടെ കാണണം എന്നും പറഞ്ഞ് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പോക്കറ്റിലിരുന്ന് ഉപ്പെടുത്ത് ഞാൻ തുറന്നു അവിടെ ഇട്ടു. സ്റ്റേഷനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ അമ്മ മാതാവ് കാണണം എന്ന് ഞാൻ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരയുകയാണ്. നോക്കിയപ്പോൾ ഒരു ജീപ്പ് വരുന്നു. ഒരു SI മേഡമാണ്, ഒരു സ്ത്രീയാണ് ഇറങ്ങി വരുന്നത്. പുള്ളിക്കാരി ഇറങ്ങി വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. 2 പേരെയും നിർത്തി ഭർത്താവിനെയും വിളിപ്പിച്ചു. ഭർത്താവിനെ വിളിപ്പിച്ച് 2 പേരെയും കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ എങ്ങനെ മനസ്സ് മാറിയെന്നറിയില്ല. പുള്ളിക്കാരന് ആ SI മേഡം പറഞ്ഞപ്പം തന്നെ പുള്ളിക്കാരൻ, ഞാൻ ഡിവോഴ്സ് ഞാൻ തിരിച്ചെടുക്കാം, അവളുമായിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ
ആ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, പറഞ്ഞു ഞാൻ. അങ്ങനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങി വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് ചെന്നു. എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് പുള്ളിക്കാരി പറയുക, നാളെ ഞായറാഴ്ചയാണ്, ഞാൻ ദാനം കൂടാൻ പോവും, ഞാൻ അന്നേരം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അമ്മ മാതാവ് നിന്നെ കാക്കട്ടെ എന്ന്. എങ്ങനെ ആ മേഡം അറിഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് സത്യമാണ്. അന്ന് ഒപ്പിട്ട് പേരെഴുതി എല്ലാം ഒപ്പിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രശ്നം നിർത്തിക്കോളാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം എന്നും പറഞ്ഞു. പുള്ളിക്കാരൻ തന്നെ ഒപ്പിട്ട് എല്ലാം കൊടുത്തിട്ട് കോടതിയിൽ ചെന്നും പോയി എല്ലാം പേരെല്ലാം എഴുതി പരാതി തീർത്തു. പുള്ളിക്കാരനും ചേച്ചിയും കുഞ്ഞുങ്ങളും ഇപ്പോൾ സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു അവർ. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്തെന്നാൽ, എനിക്ക് 26 വയസ്സായി, ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അച്ഛനാണ്. പുള്ളിക്കാരന് ഞാനും കൂടെ കൊറോണ സമയം തൊട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പണിയാണ്. ഞങ്ങൾ രണ്ടുപേരും കോൺക്രീറ്റിന് പോവുക, കിടന്ന് പണിയുക, വെയിലും മഴയും നനഞ്ഞ് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ഞാൻ ചോദിക്കുന്നത്, അമ്മ മാതാവേ എനിക്കൊരു ജോലി കിട്ടണം, ഞാൻ പഠിച്ചതിനുള്ള ഒരു ജോലി കിട്ടണം. എനിക്ക് പഠിച്ചത് ഗ്ലോബൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിച്ചതാണ്, ടാലി, വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചതാണ്. +2 കഴിഞ്ഞിട്ട് ഞാൻ അതിനാണ് പോയത്. പഠിച്ച് ഞാൻ പാസ്സായി, സർട്ടിഫിക്കറ്റും എൻ്റെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കോൺക്രീറ്റ് പണിക്കും മറ്റ് കൂലിപ്പണിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ ഒരു ദിവസം വിഷമിച്ച് ഞാൻ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് പറ്റുന്നില്ല, എത്രയും നാളും ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടു, ഇനി എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കൊരു ജോലി അമ്മ മാതാവ് ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഈ ആൾക്കാരെ വന്ന് ഞാനിവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് ഇവിടെ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി ലഭിക്കണം എന്ന് ഞാൻ അമ്മ മാതാവിനോട് ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയ 2ാമത്തെ ദിവസം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ദുബായിൽ നിനക്ക് ഒരു അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും കൊടുത്ത് അത് ശരിയാക്കണമെന്ന് പറഞ്ഞു. ഞാനും അതെല്ലാം കൊടുത്ത് ശരിയാക്കി. ഇപ്പോൾ ഏകദേശം 1 മാസമായി, എനിക്ക് ടിക്കറ്റ് വന്നു. നാളെ രാത്രി 11 മണിയാകുമ്പോൾ ഞാൻ ദുബായി പോവുകയാണ്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല. ഞാൻ അച്ഛനും ഞാനും കൂടെ ജോലിക്ക് ഒരുപാട് ജോലി എടുത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരിയൊന്നും പോകാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും എനിക്ക് സമയം കിട്ടുന്ന ചില ഞായറാഴ്ചകളിൽ, ശനിയാഴ്ചകളിൽ, അല്ലെ പണിയില്ലാത്ത ദിവസം ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ഇവിടുന്ന് ബസ് കയറി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കുറേ അവിടെ ചെന്നിട്ട് കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. എല്ലാവരെയും ആയിട്ട് ഞാൻ പത്രമൊക്കെ കൊടുക്കും. പിന്നെ കടയിൽ നിന്ന് തന്നെ ഞാൻ പോയി, ചിലവർ ഈ ചൂടത്ത് വെയിലത്ത് ഇങ്ങനെ നടന്നു വരും, അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അന്നേരം ഞാൻ ചില കടകളിൽ പോയി ഒരു 10ൻ്റെ ജ്യൂസ് ഒരു 10-30 എണ്ണം മേടിച്ചിട്ട് എല്ലാവർക്കും ഓരോ പത്രവും കൊടുത്ത് ഈ വെള്ളവും കൊടുത്തിട്ട് പറയും ഇത് വായിക്കണം എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരും കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ അടുത്ത് തന്നെ പത്തനാപുരം ഗാന്ധി ഭവനുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഉള്ള കുട്ടികൾക്ക് ഈ സ്നാക്സ് കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം ഞാൻ പോകുന്ന ഭാഗമായിട്ട് ഞാൻ നാളെ രാവിലെ അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇതുവരെയും ഞാൻ ഒരുപാട് ആശുപത്രികളിലെല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കുകയും, എൻ്റെ വീടിൻ്റെ അടുത്താണ് ഗവൺമെൻറ് ആശുപത്രി, അവിടെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു 15-20 പൊതി ഞാൻ കെട്ടി വീട്ടിൽ തന്നെ ഞാൻ തന്നെ പാചകം ചെയ്ത് എല്ലാം പാർസലാക്കി. അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്ക് പോകും, അന്നേരം ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് ചോറും കറിയും എല്ലാം വെച്ച് ഞാൻ തന്നെ അത് പാചകം ചെയ്ത് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരും. ജോബിൻ്റെ പുസ്തകം 11:16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ അതിനെ നീ ഓർക്കുകയുള്ളൂ, നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. അനന്തു അടൂരിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ
ഉടമ്പടി എടുത്തതിലൂടെ തനിക്കിന്ന് കിട്ടിയ ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാറ്റിലും ഉപരിയായി തനിക്ക് അമ്മ മാതാവ് താൻ വിളിച്ചപ്പോഴേ എങ്ങനെയാണ് തനിക്ക് അമ്മ അവിടെ ഒരു പോലീസ് ഓഫീസറുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ തന്നോട് പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ മകൻ പറയുകയാണ്, അത് എൻ്റെ അമ്മ തന്നെയാണ് അവിടെ വന്നത്. അതുവരെയും തൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ലാതിരുന്ന ആ അവസ്ഥയിൽ അവിടെ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു. പിന്നീട് അവിടെ നടന്നതൊക്കെ അമ്മ നടത്തിയ കാര്യങ്ങളായിട്ടാണ് ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നമ്മോട് പങ്കുവയ്ക്കുക. ഒഴുകിപ്പോയ ജലം പോലെയേ നിൻ്റെ ദുരിതങ്ങൾ നീ ഓർക്കുകയുള്ളൂ. ഇവിടെ താൻ അനുഭവിച്ച കുറേ ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടെ അനന്തു ഇവിടെ നിൽക്കുമ്പോൾ 26 വയസ്സുള്ള തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാത്ത പണികളില്ല, താൻ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല. എന്നാൽ എന്നും തൻ്റെ കുടുംബത്തോടൊപ്പം ഈ യുവാവ് നിന്നു. തൻ്റെ എങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അമ്മയുടെ മകനായിട്ട് ഇന്ന് താൻ എങ്ങനെ മാറി, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു, തൻ്റെ ജീവചരിത്രത്തിൽ, തെദേവും എന്ന ജീവചരിത്രത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ അടയാളമാണ് അമ്മ. ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമാണ് അമ്മ എന്ന് അമ്മ നമുക്ക് കാണിച്ചു തരികയാണ് ഓരോ അനുഭവങ്ങളിലൂടെയും. തനിക്ക് എങ്ങനെ അമ്മ സ്വന്തമായി തീർന്നു, താൻ എവിടെ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പാർക്കുന്ന കുടുംബമാണെന്നും തനിക്ക് സ്വന്തമായിട്ട് ഇന്നൊരു തുണ്ട് ഭൂമിയുണ്ട്, താൻ ചോദിച്ചതൊക്കെ തൻ്റെ അമ്മ തന്നു. നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ചെവിയോട് ചേർന്ന് ഹൃദയം വെച്ചുകൊണ്ട് അമ്മ കേൾക്കുന്നുണ്ട്. ആ അമ്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയോട്. അമ്മ നമ്മുടെ ഹൃദയം അറിയും, നാം ഏതു തരത്തിലുള്ള വ്യക്തിയാണെന്ന് അമ്മ ഈശോയോട് പറയും. അതുകൊണ്ടാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ മക്കൾക്ക് വരുന്ന മാറ്റങ്ങൾ പിന്നീട് അതെങ്ങനെ ആത്മാർത്ഥതയും വിശ്വസ്തതയുമായി ആ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ അറിയിക്കുന്നവരാകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഈശോയെയും കൊണ്ട് അമ്മ എങ്ങനെ കടന്നു വരുന്നു, അങ്ങനെ ഈശോയെയും കൊണ്ട് ഈ മകൻ്റെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വന്നതിൻ്റെ അനുഭവങ്ങളാണ് നാം കേട്ടത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ദൈവകുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും ആയിരം നന്ദി. എൻ്റെ പേര് റെജിസ് ആൻ്റണി. കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ഒരു കഷ്ടകാല സമയത്തോടെ ഞാൻ കടന്നുപോയി. അതുവരെ ഞാൻ പ്രാർത്ഥന, എല്ലാ ദിവസവും സായന പ്രാർത്ഥന നമ്മൾ ചെല്ലും, ഞായറാഴ്ച പള്ളിയിൽ പോവും, വല്ലപ്പോഴും ഒരു വാർഷിക ധ്യാനത്തിലോ മറ്റോ പങ്കെടുക്കും എന്നല്ലാതെ ഞാനൊരു വലിയ ദൈവവിശ്വാസിയോ അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളോ ആയിരുന്നില്ല. പക്ഷേ നമ്മൾ സത്യസന്ധമായി ജീവിച്ചാൽ മതി, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിയിലൂടെ പോയാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന എനിക്ക്, ഞാൻ 2000 ആണ്ടിൽ സിനിമാ രംഗത്ത് വന്നതാണ്. ഞാൻ MCOM പഠനം കഴിഞ്ഞ് മാക്ട ചലച്ചിത്ര കളരിയിലൂടെ ഡയറക്ഷൻ കോഴ്സ് പഠിച്ച് സിനിമയിൽ വന്നതാണ്. അന്ന് മുതൽ ഞാനൊരു സ്വതന്ത്ര സംവിധായകനാകാനുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു. 2015 ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയായിരുന്നു എനിക്ക് ആദ്യമായി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിച്ച സൂപ്പർ ഹിറ്റായിട്ടൊരു സിനിമ. അത് കഴിഞ്ഞ് 2024 ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പരീക്ഷണ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഓർക്കാൻ സാധിക്കാത്ത വിധം അത്രയും കഷ്ടകാലം പിടിച്ച ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതിസങ്കീർണമായ പ്രശ്നങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, തൃശ്ശൂരുള്ള ഒരാളാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ഞാനിന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കൃപാസനം പത്രം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പലരും പത്രം വിതരണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, അതിലെ അനുഭവ സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്നാലും ഞാനിവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ മുന്നിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പാപ്പന് തലയിൽ ഒരു ചെറിയ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവർ വീട്ടുകാരോടൊപ്പം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു.
അപ്പോൾ ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അവരുടെ കൂടെ വരേണ്ട ആളായിരുന്നു, പക്ഷേ വരാൻ സാധിച്ചില്ല. അപ്പോൾ അവർ വന്ന് തിരിച്ചു പോയി സ്കാനിങ് ചെയ്തപ്പോൾ ആ ഒരു ട്യൂമറിൻ്റെ ആരംഭം ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്, രജിസ്റ്റർ പറ്റുമെങ്കിൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകളും അന്വേഷിച്ച് നടക്കുന്നു. അതിൻ്റെ ഒരു കഷ്ടപ്പാടിനിടയ്ക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ ഒരുമിച്ച് പോകാം. പക്ഷേ അദ്ദേഹം ഫാമിലിയും തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വഴി ഇവിടെ വന്ന് കാറിന് പോയപ്പോഴും എനിക്കന്ന് അവരുടെ കൂടെ വരാൻ പറ്റിയില്ല. പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ ഓരോ ദിവസവും ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ വരുന്ന പോയിട്ട് മാതാവിനെ ഒന്ന് കണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ രാവിലെ വന്നു. അന്നിവിടെ രാവിലെ കുർബാനയുണ്ട്. കുർബാന കൂടി ബ്രദർമാരുടെ പ്രസംഗം കേട്ടു, അച്ഛന്മാരുടെ പ്രസംഗം കേട്ടു, ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ മൂലയ്ക്കിരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് മാതാവിനെ കാണാൻ പറ്റാതെ വരും. ഞാൻ വന്നപ്പോൾ തന്നെ മാതാവിനെ നോക്കി, പക്ഷേ മാതാവിനെ കാണാൻ പറ്റുന്നില്ല. ഈ സൈഡിലാണ് മാതാവിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മാതാവിൻ്റെ രൂപം വന്നിട്ട് എന്നോട് എന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പരീക്ഷണ കാലഘട്ടം ഞാൻ പറയാം. ഈ സെക്കൻഡ് ക്ലാസ് യാത്ര വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് കിട്ടി. മലയാളത്തിലെ വലിയൊരു പ്രമുഖ നടൻ്റെ ഒരു ഡേറ്റ് കിട്ടി. അത് എന്നെ അതുവരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിർമ്മാതാവ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിലൊരു കഥയുണ്ടായിരുന്നു. ആ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ നടനോട് പറയുന്നു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ പ്രോജക്റ്റ് നീക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു സിനിമ വന്ന സമയത്ത് ഈ നടൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ, വേറൊരു സബ്ജക്റ്റ് കുറച്ചുകൂടി ഒരു വലിയൊരു ക്യാൻവാസുള്ള ഒരു സബ്ജക്റ്റ് എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുന്നു. അപ്പോൾ അത് ചെറിയൊരു ബജറ്റിന് പകരം വലിയൊരു ബജറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ ഒരു നാട്ടിൽ കോട്ടയത്ത് എൻ്റെ ഒരു 2 ഏക്കർ സ്ഥലം വെച്ചിട്ടൊരു കാർഷിക വായ്പ സിനിമയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ വീട്, എനിക്കൊരു മോളുണ്ട്, വൈഫുണ്ട്, ഞാൻ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഞാനൊരു കാർഷിക വായ്പ എടുത്തു. അത് 9 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. ആ 9 ലക്ഷം രൂപയോളം എനിക്ക് ബാങ്കിൽ, എൻ്റെ ഫാദർ മരിച്ചുപോയി ബാങ്കിലായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് SBTയിൽ നിന്ന് പൂജപ്പുരയിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നു, എന്നും വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എൻ്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹം ഒരു പക്ക ഫാമിലി മാനാണ്, വെൽ ഡ്രസ്ഡ്, വെൽ ജെൻറ്റിൽമാൻ. അദ്ദേഹത്തിനും എന്നെപ്പോലെ തന്നെ ഒരു മോളാണുള്ളത്. അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുന്നു. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു. അദ്ദേഹം എൻ്റെ ചേട്ടനെ പോലെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നു, നിൻ്റെ ലോണ് അവിടെ നിന്നൊക്കെയുള്ള പ്രഷർ കാരണം നിനക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഒന്ന് ഞാൻ സഹായിക്കാം. നമുക്ക് ഈ നടന് ഇമ്മീഡിയറ്റായിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ലോണിന് ഒരു ആശ്വാസം കിട്ടും. അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട് ഒന്ന് ഈ നടന് കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ 2 ഏക്കർ സ്ഥലം പ്രെഡ്ജ് ചെയ്യിക്കുകയാണ്. പ്രെഡ്ജ് ചെയ്യിച്ച് വലിയൊരു തുക എടുക്കുന്നു. എന്നോട് പറയുന്നു, ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുത്തു, പ്രോജക്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും, 4 മാസത്തിനുള്ളിൽ പ്രോജക്റ്റ് ഉണ്ടാകും, എനിക്ക് വലിയൊരു ശമ്പളം പറയുന്നു. അങ്ങനെ ഞാൻ ഇതിന് പുറമെ തമിഴിലെ വലിയ 2 നടന്മാരെ കൂടെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു. അവരോട് പോയി കഥ പറയുന്നു. അവരെ ഒന്നും എനിക്ക് പരിചയമില്ല. ഈ 3 നടന്മാരെ എനിക്ക് യാതൊരു പരിചയമില്ല. എല്ലാവരുടെ അടുത്തും ഞാൻ കഥ പോയി പറഞ്ഞ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അവരെല്ലാം നല്ലപോലെ എന്നോട് എൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് മാത്രം സമ്മതിക്കുന്നു. വലിയൊരു ക്യാൻവാസിൽ ബൈലിംഗ്വലായിട്ട് തമിഴിലും മലയാളത്തിലുമായി സിനിമ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത പൈസ മലയാളത്തിലെ പ്രമുഖ നടന് കൊടുത്തു എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾ പിന്നീട് ഞാനൊരു സമയത്ത് അദ്ദേഹം എന്നു ചോദിച്ചാൽ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ്, ഇനി റജീസ് അങ്ങോട്ട് വരണ്ട, നിർമ്മാതാവിനോട് എത്രയും വേഗം അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ ഇതുവരെ ഒന്നും കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ 5 നയാ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അതൊരു പൂർണ്ണമായി എന്നെ അതുവരെ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാമല്ലാതെ നിന്നു. ഞാൻ പലരോടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി വലിയ സിനിമകളൊക്കെ മുന്നേ ചെയ്ത ആളാണ്. അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ട്
വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കി വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. ഞാനിതറിഞ്ഞു എന്ത് ചെയ്യണം. എൻ്റെ സ്ഥലം പോയി അന്വേഷിക്കുന്നു, എനിക്ക് ചെക്ക് തരുന്നു, ചെക്ക് പലതവണയായിട്ട് മടങ്ങുന്നു. എൻ്റെ സ്ഥലം വേറൊരാളുടെ കയ്യിലേക്ക് ഇയാൾ മറിച്ച് വയ്ക്കുന്നു. 50 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 90 ലക്ഷത്തിലേക്ക് അയാളത് മറിച്ച് വയ്ക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു, 5 മാസം വാടക കൊടുക്കാനില്ല, എൻ്റെ വണ്ടി വിൽക്കുന്നു, നിരവധിയായ പ്രശ്നങ്ങൾ. ഞാൻ അപ്പോഴാണ് ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത്. ആദ്യമായി വന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു, ഇവിടുന്ന് പോയി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു ധൈര്യം വന്നു. അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സിനിമ ഭാവിയെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളൊരു തുടക്കക്കാരൻ, ആദ്യം ഒരു സിനിമ ചെയ്തു, അത് വിജയിച്ചു, അത് മാത്രമേ എനിക്കുള്ളൂ അഡ്രസ്സ്. പക്ഷേ മാതാവ് ഇവിടുന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് നീ പോയി പറയുക. ഞാൻ പ്രധാന നടനോട് പറയുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നോട് പറയുകയാണ്, നിങ്ങളെന്തിനാണ് പൈസ മുടക്കാൻ പോയത്, നിങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള അവസരം ഞാൻ തന്നു. ഞാൻ ഉടനെ അയാളെ വിളിക്കാം. ആ നിർമ്മാതാവിനെ വിളിക്കുന്നു, അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അയാൾ കുറച്ച് ദിവസം സമയം ചോദിക്കുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ചെക്ക് തരുന്നതിൻ്റെ ചെക്ക് മടങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള നീക്കം ശരിയല്ല എന്ന് കാണുമ്പോൾ ഈ സിനിമയിലുള്ള പലരും എന്നെ ഉപദേശിക്കുന്നു. നമ്മളങ്ങനെ എൻ്റെ അസോസിയേഷൻ എനിക്ക് വേണ്ടി മീഡിയേഷൻ ഇയാളെ വിളിക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടന, ഞാൻ തിരക്കഥാകൃത്തുക്കളുടെ സംഘടനയിലും സംവിധായകരുടെ സംഘടനയിലും അംഗമാണ്. അവർ വിളിക്കുന്നു, മീഡിയേഷൻ വെക്കുന്നു, ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇദ്ദേഹത്തിന് നേരത്തെ കുടിശ്ശികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ വരുന്നു. അവിടെ വരുമ്പോൾ പഴയ വലിയ വലിയ സിനിമകൾ ചെയ്തുള്ള നിർമ്മാതാക്കൾ എനിക്ക് തന്ന ചെക്ക്, മടങ്ങിയ ചെക്ക് ഇദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പാവം പയ്യനെ നിങ്ങൾ അയാളുടെ ഭാവി കളഞ്ഞത്. ഇയാൾ ആദ്യ സിനിമ ചെയ്ത് 75 ദിവസമുള്ള ഓടിയൊരു സിനിമയാണ്. നിങ്ങൾ ഇത്രയും പേര്, മലയാളത്തിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ, തമിഴിലെ വലിയ 2 സൂപ്പർ സ്റ്റാർസുകൾ സമ്മതിച്ചിരിക്കുന്ന ഇത്രയും ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇല്ലാതായത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ കുടുംബം നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് എത്രയും വേഗം ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്നോട് 2-3 മാസം അസോസിയേഷൻ വഴി സാവകാശം ചോദിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോൺ എടുക്കുന്നില്ല. അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ അനുഗ്രഹമായിട്ട് കോവിഡ് ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി എനിക്കൊരു അനുഗ്രഹം കിട്ടിയത്, അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെറിയൊരു തുക, ഏകദേശം 1 ലക്ഷത്തോളം രൂപ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസായിട്ട് വേണം. എൻ്റെ കയ്യിൽ 1000 രൂപ പോലും തേച്ചെടുക്കാനില്ലാത്ത അവസ്ഥ, ഞാനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നോടുള്ളൊരു ഹ്യൂമൻ കൺസിഡറേഷനിൽ അവരെ പൈസ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലവുമായിട്ട് അത് സിവിൽ കേസാകുന്നു. അങ്ങനെ എനിക്ക് ആ സ്ഥലം അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 2.5 വർഷം ഞാൻ വീട്ടിലിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവ് എനിക്കിവിടെ വരാൻ പോലും പറ്റുന്നില്ല, കോവിഡ് കാരണം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം കോവിഡ് ഒതുങ്ങിയപ്പോൾ ഞാൻ ഇതിലൂടെ മുന്നിൽ പോയപ്പോൾ പുറത്ത് നിന്നിട്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന പോലെ ഈ കൃപാസനം അടച്ചിട്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരിക. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് 2022 തോന്നുന്നു, അവസാനം ജൂൺ മാസം ഞാനിവിടെ വരിക. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു. ബാക്കി പക്ഷേ ചെക്ക് കേസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് 10% നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം. വലിയൊരു തുകയാണ്. വലിയൊരു തുക എന്നെക്കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയ തുക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പ്രൊവിഷനുമില്ല. എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വരുവാണ്. രണ്ടാമത് വന്ന് ഞാൻ ആ വാതിൽക്കൽ നിന്ന് കേൾക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അച്ഛൻ പ്രസംഗിക്കുക, ജോസഫ് അച്ഛൻ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക. ഞാനിവിടുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ച് ചെന്ന് 2ാമത്തെ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് വിളിക്കുകയാണ്, ഒരാൾക്ക് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങൾ ദയവേദി ഇങ്ങോട്ട് വരിക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് കോടതിയിൽ കെട്ടേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയൊരു തുക കെട്ടണം, 7 ലക്ഷം രൂപയോളം കെട്ടണം. അയാൾ പറയാം, ഞാൻ തരാം. അത്ഭുതമെന്ന് പറയണ്ടു. അയാൾ ആ പൈസ അവിടെ കെട്ടുന്നു. കോടതിയിൽ 2ാമത് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വളരെ സിവിൽ കേസിൻ്റെ കാര്യം അറിയാമല്ലോ, നീണ്ടു പോവാണ്. പക്ഷേ എന്നാലും എനിക്ക് അനുകൂല വിധിയിലേക്ക് 2ാമതും വരുവാണ്. ഞാനിവിടെ 3ാമത് വരുന്നു. കേസിൻ്റെ വിധി നാളെയാണ്. ഇന്ന് ഞാൻ വരുവാണ്. എനിക്ക് അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അച്ഛനെ ഒന്ന് കാണണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്, പക്ഷേ കാണാൻ പറ്റിയില്ല. അതിന് തവണ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല.
അപ്പോൾ എനിക്ക് എങ്ങനെയും അച്ഛനെ ഒന്ന് കാണണം. ഞാൻ അവിടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ എല്ലാവർക്കും പറ്റില്ല, അത് നേരത്തെ സംസാരിക്കണം, ബുക്ക് ചെയ്യണം, തക്കതായ കാരണങ്ങളുണ്ട്, എന്തെങ്കിലും പേപ്പറുകളൊക്കെ വേണമെന്ന് പറയുന്നു. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഞാനവിടെ വളരെ നിരാശയോടുകൂടി നിൽക്കുമ്പം എൻ്റെ മൊബൈലിലൊരു എന്തോ ഒരു റെക്കോർഡ് ഉള്ള പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പം കോടതിയിൽ ഒരു പേപ്പറുണ്ട്. ഞാനിവിടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് അന്വേഷിച്ച് നടന്നു. ഒരിടത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ കൊണ്ട് ഓഫീസിൽ കാണിച്ച് അവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് അച്ഛനെ ഒന്ന് കണ്ട് കാണിക്കുക. അവർ തന്ന പേപ്പറുമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഇവിടെ വെച്ച് എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചു. പേടിക്കണ്ട, കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങൾ മാതാവിൻ്റെ അടുത്തൊന്ന് സാക്ഷ്യം പറയണം. അച്ഛനൊരു മരീൻ മെഡൽ എനിക്ക് തന്നു. മെഡലുമായി ഞാൻ പോയി. രണ്ടാമത്തെ ദിവസം നാളെ കോടതിയാണ്. കോടതിയിൽ ആ സമയത്ത് ഈ നിർമ്മാതാവ് 21 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. വണ്ടി തട്ടിപ്പ്, പണയത്തിന് വണ്ടി എടുക്കുക, അങ്ങനെ അയാൾ വർഷങ്ങളോളം പലരെയും പറ്റിച്ച് നടന്നിട്ട് എൻ്റെ കേസിന് എനിക്ക് അനുകൂലമായി വിധി വരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ്. എനിക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നു. അത്ഭുതം എന്ന് പറയണ്ടേ, ഇപ്പോഴും സിവിൽ കേസ് അത് വിധി നടത്തിപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത തവണ വരുമ്പോൾ എൻ്റെ സിനിമ പല പ്രോജക്റ്റുകളും ഞാൻ ആലോചിച്ചു. ഈ പ്രോജക്റ്റ് വലിയൊരു ക്യാൻവാസിൽ ഔട്ട്ഡോർ ചെയ്യേണ്ട കേസാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഇൻഡോർ സിനിമകളിലേക്ക് പോയി. അപ്പോൾ ഔട്ട്ഡോർ വലിയ ക്യാൻവാസ് വലിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഇൻഡോർ സിനിമകൾ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ സിനിമ അങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകൾ അയച്ചു, ഒന്നും നടക്കുന്നില്ല. ഞാൻ അടുത്ത തവണ 4ാമത്തെ തവണ ഇവിടെ വരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്തെങ്കിലും എൻ്റെ തൊഴിലൊരു ഒരു ഇത് വരണം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിലും എന്നോട് പലരും പറയുന്നു, നിങ്ങളുടെ സിനിമ നടക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സിനിമ നിങ്ങൾക്കറിയാമല്ലോ, സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള അന്ധവിശ്വാസികളും എന്ത് പറഞ്ഞാലും അവർ ആ വഴി പോകും. എന്നുവെച്ചാൽ സിനിമ ഇല്ല, അപ്പം നിങ്ങളോട് പറയണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയം ഒന്ന് നോക്ക്. അപ്പോൾ ഞാനൊരു ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നി, എന്നാലും ഒന്ന് പോയി നോക്കിയാലോ. ഞാൻ അവിടെ ചെന്നു, എൻ്റെ നാൾ വെച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, 2 വർഷത്തേന് നിങ്ങൾക്ക് ഭയങ്കര സമയം മോശമാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ നടക്കില്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വഴി പള്ളിയുടെ മുന്നിൽ കൂടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയതാണ്, കൃപാസനത്തിൽ പോകണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു, എന്തുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശങ്ക വന്നു, ഒരു ആകുലത വന്നു, ഞാനിങ്ങനെ പോയി ഒരു വഴി തെറ്റി വേറെ രീതിയിലേക്ക് പോകുന്നത്. ഞാൻ തീരുമാനിച്ചു, ഏതോ ഒരു ശനിയാഴ്ച, ഞാൻ ഞായറാഴ്ച അന്ന് മുതൽ ഞാൻ തീരുമാനമെടുത്തു, നമ്മൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നക്ഷത്രവാരം വരും, അതുപോലും നോക്കുന്നില്ല, നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക. അന്ന് പോലും തീരുമാനിച്ച, മാതാവേ, എനിക്ക് പറ്റിയൊരു അബദ്ധം, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അവസരം, എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാനൊരു അവസരം തരണമേ. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സിനിമ ചെയ്യണം, കുറേ പ്രവാസികളാണ്, അവർക്ക് അത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, 15ഓളം പേരുണ്ട്, അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം, ആശയം ഒന്ന് കേൾക്കണം, അതൊന്ന് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു, അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു. വളരെ യാദൃച്ഛികമായി ആ 4ാമത് ഇവിടെ വന്ന് ഞാൻ ഇനി നക്ഷത്രഫലം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അടുത്ത പ്രോജക്റ്റ് വരികയാണ്. 2 വർഷത്തിന് എൻ്റെ സമയം ശരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് സിനിമ വരികയാണ്. ആ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗം എന്ന സിനിമ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര നിരാശരാണെങ്കിലും മാതാവ് നിങ്ങളെ കൈവിടിയില്ല. എനിക്കിതുപോലെ വേറെ സാക്ഷ്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂത്ത ചേട്ടൻ, അദ്ദേഹത്തിന് 9 വർഷമായിട്ടൊരു കേസ് നടന്നുകൊണ്ടിരിക്കുക. അവർ ഓർത്തഡോക്സ് സമുദായക്കാരാണ്. അപ്പോൾ അവർ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അവിടുന്ന് മലിനജലം അപ്പുറത്തെ ഒരു പറമ്പിലേക്ക് ഒഴുകി, അവിടുത്തെ സ്ഥലവും ഹൗസ് ഓണറുമായിട്ട് കേസ് നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ അസോസിയേഷൻ സെക്രട്ടറി, അവർ ഹൗസ് ഓണറല്ല, വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവർ തൽക്കാലം അവരെല്ലാം പുറത്തുള്ളവരാണ്, NRIs ആണ്, അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവരുടെയാണ്. അപ്പോൾ ഇവരെ തൽക്കാലത്തിന് പിടിച്ച് ഈ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തി അവർക്കെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ കോടതിയിൽ? കോടതി വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ ഒന്ന് പോവാം. അങ്ങനെ അവർ 1 മാസം ഇവിടെ കൃപാസനത്തിൽ വന്നു. തൃശ്ശൂരിൽ നിന്ന് ചേർത്തല വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഭയങ്കര മഴ. അപ്പോൾ അവർ ടാക്സി പിടിച്ച് ഇവിടെ വന്നപ്പോഴും സമയം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് അവരുടെ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് നടക്കുകയാണ്. അതുവരെയുള്ള അവർ യഥാർത്ഥ ഓണർമാരല്ല എന്ന് കോടതി കണ്ടിട്ട് അവരെ വെറുതെ വിടുകയാണ്. അത് കഴിഞ്ഞ് അവരിവിടെ ഒരാഴ്ചക്കുള്ളിൽ വന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ എൻ്റെ വൈഫിൻ്റെ ചെവിയുടെ പിന്നിലൊരു ചെറിയ ഒരു തടിപ്പ്, ഒരു സിസ്റ്റ് പോലെ. അപ്പോൾ അവൾക്ക് ഈ തല കുളിച്ച് കഴിയുമ്പോൾ തലനീരിങ്ങനെ ഇറങ്ങും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഇത് ചെറിയൊരു സിസ്റ്റാണ്, ഒരു കാര്യം ചെയ്ത് വെച്ചോണ്ടിരിക്കേണ്ട, നിങ്ങൾ സ്കാനിങ് ചെയ്ത് നോക്ക്. ഇപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കി ഒരു ജനറൽ ഒരു MD വലിയ പ്രഗത്ഭനായ ഡോക്ടറാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് പോയി സ്കാനിങ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നപ്പം വൈഫ് ഇവിടെ അങ്ങനെ സജീവമായിട്ട് വരുന്നില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്കിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലമെടുത്ത് കഴുത്തിൻ്റെ പിന്നിൽ ഇവിടെ ഞരമ്പിൻ്റെ ഇവിടെ തേച്ച് പ്രാർത്ഥിക്കുന്നു. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറയുകയാണ്, എവിടെയാണ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞത്, ഇവിടെ ഒന്നും കാണുന്നില്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അത്ഭുതങ്ങളായിട്ട് വരികയാണ്. കാരണം മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം അത്ഭുതമായിട്ട് പരിശുദ്ധ അമ്മ മാതാവിലൂടെ നടത്തി തരുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കരമായ അത്ഭുതങ്ങൾ എൻ്റെ മുന്നിൽ പല തവണയായിട്ട് ദൈവം കാട്ടിത്തരികയാണ്. ഇപ്പോൾ ഈ സ്വർഗം എന്ന സിനിമ വലിയ പ്രൊമോഷനോ പബ്ലിസിറ്റിയോ ഇല്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ പ്രൊഡ്യൂസർമാർക്കില്ല. വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെ വലിയ വലിയ പടങ്ങൾക്കിടയിൽ യാതൊരു പരസ്യങ്ങളും, വളരെ പരസ്യം കുറവാണ്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ ഇന്നലെ 10-20 തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാതാവിനോട് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവ് ഈ സിനിമ വിജയിപ്പിച്ചു തരണമേ. എനിക്ക് കരിയറിൽ എപ്പോഴും രണ്ടാമത്തെ സിനിമയാണ് ഒരു സംവിധായകൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ആദ്യത്തെ സിനിമ എത്ര വിജയിപ്പിച്ചാലും ആൾക്കാർ പറയും അത് യാദൃശ്യമായിട്ട് വന്നു പോയൊരു കാര്യമാണെന്ന്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് യാത്ര കഴിഞ്ഞ് സ്വർഗം വരുമ്പോൾ അത് എന്ത് സിനിമയായിക്കോട്ടെ, ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഭാവിയില്ല. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് മാതാവ് അനുഗ്രഹിച്ച് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് സെക്കൻഡ് ക്ലാസ് യാത്രയെക്കാളും കൂടുതൽ അഭിപ്രായത്തോടെ അത് ഫാമിലിയാണ് കാണുന്നത്. 40-45 വയസ്സുള്ള അമ്മമാരാണ് ആ സിനിമ കണ്ട് മൗത്ത് പബ്ലിസിറ്റി പള്ളിയിൽ നിന്നും അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ പോയി കണ്ടിട്ട് നല്ല സിനിമയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ അതെല്ലാം മാതാവ് എനിക്ക് നേടിത്തന്നാണ്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബവും നിങ്ങളെല്ലാവരും മാതാവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതെനിക്കിവിടെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് നന്ദി പറയുന്നു. മാതാവിന് നന്ദി പറയുന്നു, അച്ഛന് നന്ദി പറയുന്നു. ഞാൻ നിർത്തുന്നു. ഈശോമിശിഹായ്ക്ക് എല്ലാവരും സ്തുതിയായിരിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. പ്രിയമുള്ളവരെ, റജിസ് ആൻ്റണി എന്ന ഈ സഹോദരൻ സംവിധായകൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഏറെ നന്ദിയോടും സ്നേഹത്തോടും കൂടി അമ്മയുടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന്, ഒരു ജീവിതം, ഒരു പ്രൊഫഷൻ അതുതന്നെ തിരികെ ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. സ്വർഗം എന്ന സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമ എഴുതി കാണിക്കുന്നത് നീല പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങളായിട്ടാണ്. അതാണ് ശരിക്കും ആ സിനിമയെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഞാൻ ഈ സ്ക്രീനിൽ ഈ നീല പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങളിൽ ഇത് എഴുതി കാണിക്കുമ്പോൾ ഇത് കൊള്ളാലോ, നമ്മുടെ കൃപാസനത്തിൻ്റെതാണല്ലോ എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടാണ് ഇദ്ദേഹത്തിന് ഫേസ്ബുക്ക് വല്ലതും ഉണ്ടോ, അക്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് കരുതി ഇങ്ങനെ കഴിഞ്ഞ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് അന്വേഷിച്ചത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ നോക്കുമ്പോൾ ഇന്നിവിടെ പറഞ്ഞ ഈ സാക്ഷ്യം മുഴുവനും കുറിച്ചിട്ടിട്ടുണ്ട്. ആ ആദ്യ ദിവസങ്ങളിൽ ഇത് റിലീസാകുമ്പോൾ ആ സ്വർഗം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററിൻ്റെ ഒപ്പം നമ്മുടെ കൃപാസന മാതാവിൻ്റെ ചിത്രവും ചേർത്താണ് ആ പോസ്റ്റർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ കടന്നുപോയ പീഡാനുഭവത്തിൻ്റെ മുഴുവൻ വിവരണങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് എന്നെ കൂടുതൽ ഈ സഹോദരൻ്റെ ഈ സിനിമയെ കുറച്ചുകൂടി സന്തോഷത്തോടുകൂടി കാണുവാൻ കാര്യമായത്. ഉടമ്പടി എടുത്തതോ ഇവിടെ വന്നുപോയതോ ഒന്നും അറിയില്ല. എങ്കിലും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ അമ്മ മാതാവിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷനിൽ ഈ സഹോദരൻ നിലനിന്നു. മരണം വരെ എത്താവുന്ന ജീവിതത്തിൻ്റെ വലിയ ഉണ്ടായിരുന്ന മുഴുവൻ നേട്ടങ്ങളും, ഏതാണ്ട് 1 കോടി പറ്റ വരുന്ന മുഴുവൻ സമ്പാദ്യവും ഒന്നും അറിയാതെ നഷ്ടപ്പെട്ടിട്ട് ജീവിതം താളം തെറ്റിപ്പോയിട്ട് തിരികെ ഇങ്ങനെ പിടിച്ചു കയറി വരുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ ഈ മകനെ സഹായിച്ചുവെന്നതാണ് പിന്നീട് ഞാൻ അതിലൂടെ വായിച്ചു പോയപ്പോൾ മനസ്സിലാക്കിയത്. ശരിക്കും സാക്ഷികൂടാരത്തിൻ്റെ അരികിൽ വന്ന് ഈ പേര് ആദ്യം വായിച്ചപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ട പേരാണല്ലോ എന്നർത്ഥമാണ് മുഖത്തോട്ട് നോക്കിയത്. ഒരു സംശയത്തിന് പുറത്താണ് ചോദിച്ചത്, ഡയറക്ടറാണോ എന്ന്.
കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കൃപാസനത്തെ ഈ അൾത്താരയിൽ നമ്മൾ പറഞ്ഞ വചന പ്രഘോഷണം ഈ റെജിസ് ആൻ്റണി എന്ന ഈ സഹോദരൻ്റെ ജീവിതത്തെയും സാക്ഷ്യത്തെയുമായിരുന്നു. അമ്മ മാതാവ് ഏറ്റവും അടുത്ത ദിനങ്ങളിൽ ഈ മകനെ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് ആ ഉടമ്പടി ജീവിതത്തെയും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ആത്മധൈര്യത്തെയും എല്ലാം തകരുമ്പോഴും ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയതിനെയും അതിലൂടെ പുതിയ ഒരു ജീവിതം ഈ രണ്ടാമത്തെ സിനിമയിലൂടെ ഈ പ്രൊഫഷൻ തൻ്റേതാണെന്നും ഏറ്റവും മികച്ച സിനിമകൾ, മികച്ച ഗാനങ്ങൾ, മികച്ച പശ്ചാത്തല സംവിധാനങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ഈ ക്വാളിറ്റിയുള്ള ഒരു സിനിമാ സംവിധായകനായി ഈ ഫീൽഡിൽ നിൽക്കുവാൻ തനിക്കൊരു ആയുസ്സുണ്ടെന്നും ഭാവിയുണ്ടെന്നും ലോകത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തും വിധം മകനെ ഈ സാക്ഷ്യകൂടാരത്തിൽ ഈ അൾത്താരയിൽ ചേർത്ത് നിർത്തിയത് പരിശുദ്ധ കൃപാസനം മാതാവും മാത്രമാണ്. ഇത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, എത്ര കണ്ട് ജീവിതം തകർന്നു പോകട്ടെ, ആരൊക്കെ നമ്മളെ പരാജയപ്പെടുത്തട്ടെ, എത്ര കണ്ണീർ തോരാതെ വന്നുകൊണ്ടിരിക്കട്ടെ, അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ ചാരക്കൂനയിൽ നിന്ന് പോലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അമ്മയ്ക്ക് പദ്ധതിയുണ്ട്, അമ്മയ്ക്ക് വഴികളുണ്ട്. അമ്മ ദൂതന്മാരെ അയക്കും, നമ്മുടെ ജീവിതങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാ മേഖലകളെയും സുരക്ഷിതമാക്കും. 2-3 ദൂതന്മാരുടെ സാന്നിധ്യം സഹോദരൻ പറയുന്നുണ്ട്. ഒന്ന്, ഒരു വ്യക്തി വഴിയാണ് കൃപാസനത്തിലേക്ക് വരുവാനായിട്ടുള്ള ആദ്യത്തെ ഒരു താല്പര്യം വരുന്നത്. രണ്ടാമത്തത് മറ്റൊരു വ്യക്തിയാണ് കോടതിയിൽ അടയ്ക്കേണ്ട പണം ചെറുതല്ല, 7 ലക്ഷം രൂപ അടയ്ക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത്. മൂന്നാമത്തത് ഉടമ്പടിയെടുത്ത് മാതാവിനോട് ഒന്ന് വഴിമാറിപ്പോയപ്പോൾ മാപ്പ് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് തിരക്കി ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഞങ്ങളുടെ പടം സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതൊക്കെ ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരം ചേർത്ത് പിടിക്കുമ്പോൾ അമ്മ മാതാവ് നാം അറിയാത്ത വഴികളിലൂടെ നമുക്ക് ഏറ്റവും നന്മയായ ഇടങ്ങളിലേക്ക് നിരന്തരം നയിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ നല്ല ജീവിതവും നല്ല സാക്ഷ്യവുമാണ് ഈ സഹോദരൻ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അമ്മ മാതാവ് വഴി ഈ സഹോദരന്, ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഈ പ്രൊഫഷന് തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. നല്ല കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.